ഓം ശാന്തി. 28/12/2020 ബാഗ്ദാദ മധുബൻ പ്രഭാതമുരളി. ഇന്ന് ബാബ പറയുന്നു, മീട്ടെ ബच्चे, ചാരിറ്റി बिगिन्स at home. अर्थात पहले खुद आत्मा अभिमानी बनने की मेहनत करो, फिर दूसरों को कहो. आत्मा समझकर आत्मा को ज्ञान दो तो ज्ञान तलवार में जौहर आ जाएगा. ബാബ പറയാണ്, മധുരമായ മക്കളെ, ചാരിറ്റി ആദ്യം വീട്ടിൽ നിന്നും തുടങ്ങണം. അതിൻ്റെ അർത്ഥം ഇതാണ്: ആദ്യം സ്വയം ആത്മാ അഭിമാനിയാകുവാനുള്ള പരിശ്രമം ചെയ്യൂ. അതിനുശേഷം മറ്റുള്ളവരോട് പറയൂ, നിങ്ങൾ ആത്മാഭിമാനിയാകൂ. ആത്മാവെന്ന് മനസ്സിലാക്കി ആത്മാവിന് ജ്ഞാനം കൊടുക്കുമ്പോൾ ജ്ഞാനമാകുന്ന വാളിൽ മൂർച്ചയുണ്ടാവും. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോമിൻ്റെ ഇന്നത്തെ മുരളിയിൽ ബാബ നൽകുന്ന അർത്ഥം ഇതാണ്: നിങ്ങൾ ഏതു സ്ഥിതിയാണോ അഭ്യസിക്കുവാൻ മറ്റുള്ളവരോട് പറയുന്നത്, ആ സ്ഥിതി ആദ്യം നിങ്ങൾ അഭ്യസിക്കണം. എന്നിട്ട് അതിൻ്റെ സ്വരൂപമായിരുന്നു കൊണ്ട് മറ്റുള്ളവർ പറയൂ, നിങ്ങളും ആത്മാഭിമാനിയാകൂ. ചോദ്യം: संगम युग पर किन दो बातों की मेहनत करने से सतयुगी तख्त के मालिक बन जाएंगे? സംഗമയുഗത്തിൽ ഏത് രണ്ട് കാര്യങ്ങളുടെ പരിശ്രമം നമ്മൾ ചെയ്യുമ്പോൾ സത്യുഗത്തിലെ സിംഹാസനത്തിൻ്റെ അധികാരിയായിട്ട് മാറാം? സത്യുഗത്തിലെ സിംഹാസന അവകാശിയാകണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളുടെ പരിശ്രമം ചെയ്യണം. അതെന്തൊക്കെയാണ്? ഉത്തരം: ഒന്ന്, ദുഃഖ സുഖ നിന്ദാ സ്തുതി इसमें समान स्थिति रही, यह मेहनत करो. ദുഃഖത്തിലും സുഖത്തിലും നിന്ദയിലും സ്തുതിയിലും ഒരു സമാനമായ സ്ഥിതി നമ്മൾ നേടിയെടുക്കണം. അതിൻ്റെ പരിശ്രമം ചെയ്യണം. कोई भी कुछ उल्टा सुल्टा बोले, क्रोध करे तो तुम चुप हो जाओ. ആരെങ്കിലും നിങ്ങളോട് ചിലപ്പോൾ തലതിരിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞേക്കാം, ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ചുപ് ഹോ ജാവോ, അവിടെ മിണ്ടാതിരിക്കണം, സംയമനം പാലിക്കണം. കഫീഫി മുഖി താലി നഹി ബച്ചാവോ, കൈകൾ കൂട്ടിയടിച്ച് ശബ്ദമുണ്ടാക്കുന്നത് പോലെ നിങ്ങൾ അവർ പറയുന്നതിന് പ്രത്യുത്തരം നൽകി അതിൻ്റെതാകുന്ന കോലാഹലം ഉണ്ടാക്കരുത്. രണ്ടാമത്തെ പോയിന്റ്, ആംഖോങ്കോ സിവിൽ ബനാവോ. ഇപ്പോൾ സത്യുഗത്തിലെ സിംഹാസനത്തിൻ്റെ അധികാരിയാകാൻ നമ്മൾ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ പരിശ്രമം, കണ്ണുകളെ സിവിലാക്കി മാറ്റും. ക്രിമിനൽ ഐ ബിൽക്കുൽ സമാപ്ത് ഹോ ജായേ, ക്രിമിനൽ ആയിട്ടുള്ള ദൃഷ്ടി പൂർണ്ണമായിട്ടും ഇല്ലാതാകണം. ഹം ആത്മാ ബായി ബായി ഹേ, ആത്മാ സമജ്കർ ജ്ഞാൻ ദോ. നമ്മൾ ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്. അപ്പോൾ ആത്മാവാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്കും ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. ആത്മാ അഭിമാനി ബന്നേക്ക് മേഹനത് കറോ, ആത്മാ അഭിമാനി ആകുവാനുള്ള പരിശ്രമം ചെയ്യണം. तो സത്യുഗി തഖത് കെ മാലിക് ബൻ ജായേംഗെ. അങ്ങനെ ചെയ്യുമ്പോൾ സത്യുഗത്തിലെ സിംഹാസനത്തിന് അധികാരിയാകാൻ സാധിക്കും.
അല്ലെ സിംഹാസനത്തിന്റെ അവകാശിയാകാൻ സാധിക്കും. സമ്പൂർണ്ണ പവിത്ര ബനനെ വാലെ ഹി ഗദ്ദി നഷി ബൻത്തെ ഹി. ആരാണോ സമ്പൂർണ്ണ പവിത്രമാകുന്നത് അവർ തന്നെയാണ് ഗദ്ദിക്ക് ഉടമയാകുന്നത്, അല്ലായത് സിംഹാസനത്തിന്റെ അവകാശിയാകുന്നത്. ഓം ശാന്തി. ആത്മീക അച്ഛൻ ആത്മീക കുട്ടികളോട് സംസാരിക്കുകയാണ്. ആത്മാക്കളായ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ മൂന്നാമത്തെ നേത്രം ലഭിച്ചു കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ ജ്ഞാനത്തിൻ്റെ നേത്രം എന്ന് പറയുന്നത്. ആത്മനേത്രമെന്നും പറയാം, ജ്ഞാനനേത്രമെന്ന് പറയാം, മൂന്നാമത്തെ നേത്രമെന്ന് പറയാം. അതിലൂടെ നിങ്ങൾ കാണുന്നത് ആരെയാണ്? ആത്മാവിനെ കാണുന്ന കണ്ണായത് കൊണ്ടാണ് ഇതിനെ ആത്മനേത്രം എന്ന് പറയുന്നത്. എല്ലാവരും ആത്മാക്കളാണെന്നുള്ള തിരിച്ചറിവ് കിട്ടിയത് കൊണ്ടാണ് ഇതിനെ ജ്ഞാനത്തിന്റെ നേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ആത്മ സഹോദരനെയാണ് ദർശിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ബുദ്ധിയിൽ ഈ കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഞാൻ ഈ കണ്ണുകൊണ്ട് എൻ്റെ സഹോദരനെയാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും കർമ്മ ഇന്ദ്രിയങ്ങൾ ചഞ്ചലമാകില്ല. അതായത് കണ്ണുകൊണ്ട് സഹോദരഭാവത്തിൽ ദർശിക്കുമ്പോൾ ഒരിക്കലും അവരുമായി ബന്ധപ്പെട്ട അശുദ്ധ സങ്കല്പങ്ങൾ മനസ്സിലേക്ക് വരില്ല. ഇങ്ങനെ നമ്മൾ നിരന്തരം പരിശ്രമം ചെയ്ത് ക്രമേണ ആ ക്രിമിനലായിട്ടുള്ള ദൃഷ്ടിയെ സിവിലാക്കി മാറ്റണം. അതാണ് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ആകാനായിട്ട് സാധിക്കൂ. കാരണം എന്ത് ചെയ്യുന്നു? ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മുടെ കണ്ണുകൾ ക്രിമിനൽ ആകുന്നുണ്ട്, കാരണം ദേഹബോധത്തിലേക്ക് പോകുന്നുണ്ട്. ബാബ പറയാണ്, വിശ്വത്തിന്റെ അധികാരി ആകണമെങ്കിൽ കുറച്ചൊക്കെ പരിശ്രമം ചെയ്യണ്ടേ. പരിശ്രമം ചെയ്തെങ്കിൽ മാത്രമേ അധികാരിയാകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു പരിശ്രമമാണ് ചെയ്യേണ്ടത്. എന്തെല്ലാം പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് ബാബ പുതിയ പുതിയ ഗുഹ്യമായ പോയിന്റ്സുകൾ കുട്ടികളെ കേൾപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്വയം ഭായിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാനം കൊടുക്കൂ. ആ ഒരു ശീലം ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പിന്നീട് ഇങ്ങനെയായി തീരണം. വി ആർ ഓൾ ബ്രദേഴ്സ്, അല്ലെ നമ്മളെല്ലാം സഹോദരങ്ങളാണ് എന്നുള്ളൊരു ഭാവത്തിലേക്ക് എത്തണം. അവസാനം ഇതൊരു പ്രാക്ടിക്കലായിട്ട് മാറും. അവനിപ്പോൾ നിങ്ങൾ എല്ലാവരും സത്യമായ സഹോദരങ്ങളാണ്. എന്തുകൊണ്ട്? നിങ്ങൾ എല്ലാവരും അച്ഛനെ മനസ്സിലാക്കി. ബാബ കുട്ടികളായ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സേവനം ചെയ്യുകയാണ്. ഹിമ്മതേ ബച്ചേ മതതേ ബാബ്. ഏത് കുട്ടിയാണോ സധൈര്യം ഒരു ചുവട് വെക്കുന്നത്, മുൻപോട്ട് പോകുന്നത്, തീർച്ചയായിട്ടും ബാബ അവരുടെ ഹെൽപ്പ് ചെയ്യും. ബാബ വന്നിട്ട് അങ്ങനെയുള്ള കുട്ടികളുടെ സഹായമാണ് ചെയ്യുന്നത്. എന്താണ്? സേവനം ചെയ്യുവാൻ കുട്ടികളെ ബാബ സജ്ജമാക്കി തീർക്കുന്നു. അവർക്കതിന് വേണ്ടുന്ന ധൈര്യമെല്ലാം പകർന്നു കൊടുക്കുന്നു. ബാബനപ്പോൾ എളുപ്പമായില്ലേ? നിങ്ങൾ നിന്ന് തന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം ബാബ നോക്കിക്കോളൂ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, എഴുത്തോ സഹജുക്കുവാന. ഇത് വളരെ എളുപ്പമായ കാര്യമാണ്. അതുകൊണ്ട് ദിവസവും ഈ ഒരു പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറക്കം നടിക്കരുത്, അലസത കാണിക്കരുത്. ഈ പുതിയ പുതിയ പോയിന്റ്സുകളെല്ലാം ദിനം പ്രതി കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ കുട്ടികൾക്കറിയാം, സഹോദരന്മാരായ നമ്മളെ അല്ലെങ്കിൽ ആത്മാക്കളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാക്കളാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന വിഷയം ആത്മീയ നോളജാണ്. അതുകൊണ്ട് നമ്മളിതിനെ സ്പിരിച്വൽ നോളജ് എന്ന് പറയാറുണ്ട്. ഈ സമയത്ത് മാത്രമാണ് ആത്മീയ അച്ഛനിൽ നിന്നും ഈ ആത്മീയ നോളജ് നമുക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ബാബ വരുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. ഈ സമയത്താണ് സൃഷ്ടിയുടെ പരിവർത്തനം നടക്കുന്നത്. ഈ സമയത്ത് മാത്രമാണ് സൃഷ്ടിക്ക് പരിവർത്തനത്തിന്റെ ആധാരമായിട്ടുള്ള ഈ ആത്മീയ ജ്ഞാനവും ലഭിക്കുന്നത്.
അപ്പോൾ ബാബ വന്നിട്ട് ഈ ആത്മീയ ജ്ഞാനം നൽകുന്നു. അതെന്താണ്? സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കും. അല്ലെ, ആത്മാവ് നഗ്നമായിട്ടാണ് വന്നത് എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ശരീരമില്ലാതെയാണ് ആത്മാവ് ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ശരീരത്തെ ധാരണ ചെയ്തത്. അപ്പൊ തുടക്കം മുതൽ ഇപ്പോൾ വരേക്കും ആത്മാക്കൾ 84 ജന്മങ്ങൾ എടുത്തു. എന്നാൽ ആ ജന്മങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്പർ വാറായിട്ടാണ്. ഓരോ ആത്മാക്കളും ഏതൊക്കെ രീതിയിലാണോ എപ്പോഴൊക്കെയാണോ വരുന്നത് അതനുസരിച്ചാണ് ജന്മങ്ങൾ എടുക്കുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് ഈ ജ്ഞാനയോഗത്തിൻ്റെ വിഷയത്തിലും കുട്ടികൾ പരിശ്രമിക്കുന്നത്. എല്ലാവരും ഒരുപോലെ ജ്ഞാനയോഗത്തിൽ തീഷ്ണമാകുന്നില്ല. അപ്പം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, ആര് കൽപ്പം മുമ്പ് എങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടോ, പരിശ്രമം ചെയ്തിട്ടുണ്ടോ, ഈ സമയത്തും അവർ അതേ പുരുഷാർത്ഥം തന്നെ ചെയ്യും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പരിശ്രമിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നിങ്ങൾ പരിശ്രമിക്കുന്നത്. നിങ്ങളുടെ സ്വഉന്നതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബ പറയാണ്, നമുക്ക് വേണ്ടി എന്താണ് നമ്മളിപ്പോൾ പരിശ്രമം ചെയ്യണം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഉസ്മേ ഹമാരാ ക്യാ ജാത്താ ഹൈ, അതിലേക്ക് എന്തിനാണ് നമ്മൾ പോകുന്നത്? ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവർ പരിവർത്തനപ്പെടുന്നുണ്ടോ, അതിലേക്ക് എന്തിന് നമ്മൾ പോകണം? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ആദ്യം സ്വയം ആത്മ അഭിമാനിയാകാനുള്ള പരിശ്രമം ചെയ്യൂ. എന്നിട്ട് മറ്റുള്ളവർക്ക്, അതായത് സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളും ഇങ്ങനെയാകൂ എന്ന്. എപ്പോഴാണോ നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാവിന് ജ്ഞാനം നൽകുന്നത്, അപ്പോൾ നിങ്ങളുടെ ജ്ഞാനമാകുന്ന വാളിന് നല്ല മൂർച്ചയുണ്ടാകും. ബാബ പറയാണ്, ഇതല്പം പരിശ്രമത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങളെല്ലാം സഹിക്കേണ്ടതായിട്ട് വരും. കുച്ചിന കുച്ച് സഹൻ കർണപ്പെടുത്തായി, ചില കാര്യങ്ങളെല്ലാം വളരെയേറെ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും. കാരണം ഈ സമയത്ത് ദുഃഖം, സുഖം, നിന്ദാസ്തുതി, മാനം, അപമാനം, ഇതെല്ലാം കുറച്ചൊക്കെ നിങ്ങളും സഹിച്ചേ പറ്റൂ. അഥവാ ആരെങ്കിലും നിങ്ങളോട് തലതിരിഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചേക്കാം. അപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കണം. ഇവിടെയാണ് പറയുന്നത്, മൗനം വിദ്വാന് ഭൂഷണം. അവിടെ ചുമ്മാ സംസാരിച്ച് തൻ്റെ സ്ഥിതി കളയില്ല, ബന്ധങ്ങൾ വഷളാക്കില്ല. ആരെന്ത് വേണേ പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അവൻ ആരെങ്കിലും അങ്ങനെ എന്താണ് മിണ്ടാതിരിക്കുകയാണെങ്കിൽ, പിച്ചെ പോയി ഗുസ്സ ക്യാ കരേങ്കി, ഇതാർക്കും ദേഷ്യപ്പെടാൻ സാധിക്കുമോ? അതുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ദൂസരാ ഭി ബാത് കർത്തേ തോ മുക്കി താലി ബജ്തി. ഒരാൾ എന്തെങ്കിലും പറയും, അത് ഏറ്റിപ്പിടിച്ച് മറ്റൊരാൾ സംസാരിക്കും. അപ്പോൾ രണ്ട് കൈകൾ കൂട്ടിയടിക്കുന്ന അവസ്ഥ തന്നെയല്ലേ അത്? ഇവിടെ ചുണ്ടുകളുടെ കൂട്ടിയടി നടക്കുകയാണ്. പറഞ്ഞതിന് നമ്മൾ പ്രത്യുത്തരം കൊടുക്കുന്നു. ഒന്ന് പറഞ്ഞതിന് അവർ നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം വീണ്ടും അവരതിനേക്കാൾ കൂടുതൽ പറയുന്നു. ഇതും ബാബറിയാണ്, മുഖത്തിൻ്റെ കയ്യടിയാണ്. അഗർ ഏക് ने മുക്കി താലി ബജായി ദൂസരെ ने ശാന്ത് കിയാ തോ ചുപ്. ഒരാളങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ മറ്റൊരാൾ ചുണ്ടുകൾ കൊണ്ട് നിശബ്ദമായിരിക്കുകയാണെങ്കിൽ, ശാന്തമായിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യമാണ് ബാബ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ലോകർ ചോദിക്കും, എന്താണ് അവൻ അത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ തിരിച്ചൊന്നും പറയാതിരുന്നത്? അപ്പം നീ അവിടെ തോറ്റുപോയില്ലേ, അവർ മിടുക്കരായില്ലേ? ബാബ പറയുന്നു, അതല്ല, സഹനശക്തിയാണ് ഏറ്റവും വലിയ ശക്തി, ശാന്തിയിലിരിക്കലാണ് ഏറ്റവും വലിയ ഗുണം. അത് ലോകത്ത് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അത്രയധികം പ്രകോപനപരമായ സാഹചര്യത്തിൽ സമചിത്തത പാലിക്കുന്നവരാണ് ഏറ്റവും വലിയ മനഃശക്തിയുടെ ഉടമ. പക്ഷെ അത് ലോകർ മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് 1ന് 10 പറയുന്നവനാണ് മിടുക്കൻ. ആരാണ് ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കുന്നതാണ് മിടുക്കൻ എന്നൊക്കെ അവർ വിചാരിക്കും. പക്ഷെ അത് കുഴപ്പം എന്താണ്? അന്നേരം വീരനാകാൻ സാധിക്കും, പക്ഷേ അതിലൂടെ പ്രോബ്ലങ്ങൾ പിന്നെയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് ബാബ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പ്രതികരിക്കാനാണ്. എങ്ങനെയാണ്? ശാന്തമായിരിക്കാൻ. ആ രീതിയിലുള്ള പ്രതികരണമാണ് ബാബ പഠിപ്പിക്കുന്നത്. കബീഫി ദേക്കോ കുർ കൊയ്ത് മേ ആത്തെ, അല്ലെ ആരെങ്കിലൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് വരുമ്പോൾ ചുപ് ഹോ ജായെങ്കി, ചുപ് ഹോ ജാവോ. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളായിട്ട് അവരുടെ ക്രോധത്തെ ശാന്തമാക്കുന്നു. അവർ കത്തിജ്വലിച്ചുകൊണ്ടാണ് വരുന്നത്. നിങ്ങൾ അവരിലേക്ക് ശീതളതയുടെ ജലം ഒഴിച്ചു കൊടുക്കുന്നു. മീൻസ് ശാന്തമായിരിക്കുന്നു. നേരെ മറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തീയിലേക്ക് എണ്ണ പകരുന്ന ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾ ശാന്തമായിരിക്കുകയാണെങ്കിൽ, മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവർ സ്വയം ശാന്തരായിട്ട് മാറും. അവരുടെ ക്രോധം ശ്രമിക്കും. ദൂസരി താലി വെജഗി നഹി. അപ്പം നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് മൂന്നാമതെന്ന് പറയാനുള്ള അവസരം, അവരൊന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ട് പറയും. രണ്ട് പറഞ്ഞാലേ പിന്നെ മൂന്ന് പറയാൻ അവസരം കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ രണ്ട് പറയുന്നില്ലെങ്കിലോ അപ്പോൾ മൂന്നാമതൊന്ന് പറയുവാനുള്ള ഒരു സാഹചര്യം, അവസരം അവർക്ക് നിഷേധിക്കപ്പെടും. നേരെ മറിച്ച് താലിസെ താലി ബെജിത്തോ, കൈയോട് കൈ കൂട്ടിയടിക്കുന്ന പോലെ ഒന്നിനെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഗഡ്ബഡ് ഹോ ജാത്തി ഹെ, അത് വലിയ പ്രോബ്ലങ്ങളായിട്ട് മാറും. ഇസ്ലിയെ ബാബ കഹത്തെ ബച്ചേ കഭി ഭി ഇൻ ബാത്തോ മേ താലി നഹി ബച്ചാവോ. അതുകൊണ്ടാണ് ബാബ പറയുന്ന, മക്കളെ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൈകൂട്ടി അടിക്കരുത്. അതായത് ചുണ്ടുകളുടെ കൂട്ടിയിടി നടത്തരുത്. എങ്ങനെ? നാ വികാർ കി നാ കാം കി നാ ക്രോധ് കി. ചിലപ്പോൾ വികാരത്തിന്റെ കൂട്ടിയടിയിലായിരിക്കാം, ഉരസലായിരിക്കാം, ചിലപ്പോൾ കാമത്തിന്റെ ഉരസലായിരിക്കാം, ചിലപ്പോൾ ക്രോധത്തിൻ്റെതായിരിക്കാം. ഇങ്ങനെയുള്ള ഉരസലുകളിലേക്കൊന്നും നിങ്ങളിപ്പോൾ പോകുവാൻ പാടില്ല. ബച്ചോങ്കോ ഹറേക്ക കല്യാൺ കർണ ഹേ ഹി ഹേ. ബാബ പറയുന്ന, കുട്ടികൾ ഇപ്പോൾ ഓരോരുത്തരുടെയും മംഗളം ചെയ്യുക തന്നെ വേണം. ഇത്തനെ ജോ സെന്റേഴ്സ് ബനെ ഹുയേ ഹെ കിസ്ലിയെ. ലോകം മുഴുവൻ ബാബ സെന്റർ സ്ഥാപിച്ചിരിക്കുകയാണ്. ധാരാളം സെന്ററുകൾ ഉണ്ടാക്കി. എന്തിനാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഇത്രമാത്രം സെന്ററുകളുടെ ആവശ്യം? നാട്ടിൻപുറത്ത് ധാരാളം ഹോസ്പിറ്റൽ വരും. എന്തിനാണ്? അത്രയും രോഗികൾ വരുമ്പോഴാണ് ഹോസ്പിറ്റൽ കൂടുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ്? ഹോസ്പിറ്റലിൻ്റെ ആവശ്യം എന്താണ്? രോഗികളെ പരിചരിക്കുക, ശുശ്രൂഷിക്കുക, അവർക്ക് സുഖം കൊടുക്കുക. ധാരാളം പോലീസ് സ്റ്റേഷൻ വരുന്നപ്പോഴാണ്? നാട്ടിൻപുറത്ത് ക്രിമിനൽ കൂടുമ്പോഴാണ്. അതേപോലെ ബാബ ചോദിക്കാൻ, ഇപ്പോൾ ഇത്രമാത്രം സെന്ററുകൾ ഓരോ ദിവസം കഴിയുന്തോറും അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി? കൽപ്പം മുമ്പും ഇതേപോലെ സെന്ററുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ദേവോം കാ ദേവ് ബാബ് ദേഖ്തേ രഖ്തേ ഹി. ദൈവാദിദേവനായിരിക്കുന്ന ബാബ കാണുകയാണ്. ബഹുത് ബച്ചോങ്കോ എക് ഷൗഖ് രഖ്താ ഹേ ബാബ സെന്റേഴ്സ് പോലും. ധാരാളം കുട്ടികൾക്ക് ഈ ഒരു ലഹരി താല്പര്യമുണ്ട്. എന്താണ്? ബാബ ഞങ്ങൾ സെന്റർ തുറക്കും. ഹം സെന്റർ ഖോൽത്തേ ഹേ, ഹം ഖർച്ച ഉഡായെങ്കി. ഞങ്ങൾ തന്നെ സ്വന്തം ചിലവിൽ സെന്ററുകളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകും. ആ ഒരു താല്പര്യം പല കുട്ടികളിലും ബാബ കാണുന്നുണ്ട്. അപ്പം ദിനം പ്രതിദിനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നടന്നുകൊണ്ടിരിക്കും. ക്യോങ്കി ജിतना विनाश के दिन नजदीक होते जाएंगे उतना फिर इस तरफ ही സർവീസ് का शौक बढ़ता जाएगा. കാരണം എത്രത്തോളം മുൻപോട്ട് പോകുമ്പോൾ സമയം വിനാശത്തിന്റെ ദിനങ്ങൾ അടുത്തടുത്ത് വരുന്നുവോ അത്രയും ഈ വശത്തേക്കും ആകർഷണം ഉണ്ടാകും. അതേസമയം സേവനത്തിനുള്ള താല്പര്യവും വർദ്ധിക്കും. അഭി ബാബ്ദാദ ദോനോ ഇക്കട്ടെ ഹെ തോ ഹർ ഏകോ ദേഖ്തേ ഹെ. ഇപ്പോൾ ബാബയും ദാദയും രണ്ടുപേരും ഒന്നിച്ചിരുന്നു കൊണ്ട് പരസ്പരം കാണുകയാണ്. എന്താണ്? ക്യാ പുരുഷാരത് കർത്തേ ക്യാ പദ പായെങ്കി. എന്ത് പുരുഷാർത്ഥം ചെയ്യും, എന്ത് പദവി നേടും. കിസ്കാ പുരുഷാർത്ഥം, എന്തിനുള്ള പുരുഷാർത്ഥമാണ്? കിസ്കാ പുരുഷാർത്ഥ ഉത്തം, കിസ്കാ മദ്യം, കിസ്കാ കനിഷ്ഠ. ഒരു വീട്ടിലെ മക്കളുടെ ഓരോ രീതികൾ അച്ഛനും നോക്കും വാച്ച് ചെയ്യും, അമ്മയും വാച്ച് ചെയ്യും. എന്നിട്ട് അച്ഛൻ അമ്മയ്ക്ക് പറയും മോൻ്റെ പോക്ക് അത്ര ശരിയല്ല. എന്നുവെച്ചാൽ അമ്മ അച്ഛനിക്കലും പറയും അവൻ അത്ര ശരിയല്ല എന്ന് പറയും. അതേപോലെ ഇവിടെ ബാബയും ദാദയും രണ്ടുപേര് ഇരുന്നു കൊണ്ട് ഓരോരുത്തരുടെ പുരുഷാർത്ഥത്തെയും നോക്കുകയാണ്, പരസ്പരം നോക്കുകയാണ്. ഏതൊക്കെ കുട്ടികളുടെ പുരുഷാർത്ഥമാണ് ഉത്തമമായിട്ടുള്ളത്, ആരുടേതൊക്കെയാണ് മധ്യമമായിട്ടുള്ളത്, ആരുടേതാണ് കനിഷ്ഠമായിട്ടുള്ളത്. ബഹുത്തോ ദേഖ് രഹേ ഹി. അതെല്ലാം സ്പഷ്ടമായിട്ട് ബാബ
നോക്കുന്നുണ്ട്. ടീച്ചർ भी स्कूल में देखते हैं कि स्टूडेंट किस सब्जेक्ट में ऊपर नीचे होते हैं. ഇതേപോലെ തന്നെയാണ് സ്കൂളിലും. പഠിപ്പിക്കുന്ന അധ്യാപകൻ കൂടെ ശ്രദ്ധിക്കും ഏതെല്ലാം കുട്ടികൾ ഏതെല്ലാം സബ്ജക്റ്റിൽ വീക്കാണ്, ഏത് വിഷയത്തിലാണ് മെജോറിറ്റി കുട്ടികളും തോറ്റുപോകുന്നത്. ആ താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പ്രോഗ്രസിനെ കുറിച്ച് ടീച്ചർ എപ്പോഴും ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കും. തോ യേ കാം ഭി ഐസേ ഹി ഹേ. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇത് വീടുമാണ്, അപ്പം അച്ഛനമ്മ കുട്ടികളെ നിരീക്ഷിക്കും. ഇതൊരു സ്കൂളാണ്, അതുകൊണ്ട് അധ്യാപകനും കുട്ടികളുടെ പ്രോഗ്രസ് ശ്രദ്ധിക്കും. कोई बच्चे अच्छी तरह से अटेंशन देते हैं तो अपने को ऊंचा समझते हैं. ഏതെങ്കിലും ഒരു കുട്ടി നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധ വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും സ്വയം ഞാൻ ഉയർന്നവനാണെന്ന് മനസ്സിലാക്കുന്നു. कोई समय फूल जाते हैं तो याद में नहीं रखते तो अपने को कम समझते हैं. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ചിലപ്പോഴൊക്കെ നന്നായി പഠിക്കുന്ന നല്ല മാർക്ക് കിട്ടും, അപ്പോൾ കോൺഫിഡൻസ് വരും. ചിലപ്പോൾ പഠിക്കാതെ വരുമ്പോഴത്തേക്കോ ഈ വിഷയത്തിൽ തോറ്റുപോകും, കോൺഫിഡൻസ് പോകും. അതുപോലെ ഇവിടെയും ഈ പറയുന്ന കാര്യങ്ങളിൽ നല്ലതുപോലെ ശ്രദ്ധ വെക്കുന്ന കുട്ടികൾക്ക് ആ ശ്രദ്ധ വെക്കുമ്പോൾ അവർ മനസ്സിലാക്കും ഞാൻ നല്ല സ്ഥിതിയിലാണ്. എന്നാൽ ചില സമയത്ത് ബാബയെ മറന്നുപോകുന്നു, ഓർമ്മിക്കുന്നില്ല. അപ്പോൾ അവർ മനസ്സിലാക്കും എൻ്റെ സ്ഥിതി ശരിയല്ല, പണ്ടത്തെ പോലത്തെ അവസ്ഥ എനിക്കില്ല. അപ്പം ഇതുപോലെ സ്കൂളാണ്. സ്വന്തം പ്രോഗ്രസ് എന്താണെന്ന് അവരവർ തന്നെ തിരിച്ചറിയും. बच्चे कहते हैं बाबा हम कभी कभी बहुत खुशी में देखते, कभी कभी खुशी कम हो जाती है. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ബാബയോട് പറയാറുണ്ട്, ബാബ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നല്ല സന്തോഷം വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സന്തോഷം കുറഞ്ഞു പോകാറുണ്ട്. തോ ബാബ അഭി സംചാത്തെ രക്തേ. അതുകൊണ്ട് ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, അഗർ ഖുഷിമേൻ രഖ്ന ചാഹത്തെ ഹെ തോ മൻമനാ ഭവ. അഥവാ നിങ്ങൾക്ക് സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മന്മനാഭവയിലിരിക്കൂ. അപ്നേക്കോ ആത്മാ സമച്ചോ, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഔർ ബാക്കോഫി യാദ് കറൂ, ബാബയെയും ഓർമ്മിക്കണം. അപ്പോൾ അപാരമായ സന്തോഷത്തിൽ ഇരിക്കണമെങ്കിൽ ബാബ പറയുന്ന ഏറ്റവും നല്ലൊരു യുക്തിയാണ് മന്മനാഭവയിലിരിക്കും. ഇന്ന് രാവിലെ നമ്മൾ അമൃതവേളയിൽ ഈ ഒരു ടോപ്പിക്സ് വെച്ചിട്ടാണ് യോഗം ചെയ്തത്. എന്താണ് മന്മനാഭവസ്ഥിതി? സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കും. ഇപ്പം എന്ത് മനസ്സിലാക്കി ആത്മാവിനെ കുറിച്ച്? ഞാൻ ആത്മാവാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ആത്മാവ് ജ്യോതിയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയോ? ആത്മാവ് ബിന്ദുവാണെന്ന് മനസ്സിലാക്കിയാൽ മതിയോ? അതിനുമപ്പുറം ആത്മാവ് എന്തൊക്കെയോ ആണ്, അതെല്ലാം മനസ്സിലാക്കണം. ആ സ്ഥിതിയിലിരിക്കണം. അപ്പോൾ മനസ്സിന് സന്തോഷം വരും, മനസ്സിന് സ്ഥിരത വരും, മനസ്സ് ശക്തിശാലിയാവും. എന്നിട്ട് ബാബയെ ഓർമ്മിക്കണം. അപ്പം അപ്പനേക്കോ ആത്മാ സമച്ചോ, അണ്ടർലൈൻ ആത്മാ സമച്ചോ, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് ബാബയെ ഓർമ്മിക്കാനാണ് പറയുന്നത്. അപ്പം ആത്മാവിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പം നമ്മളിന്ന് ആത്മാവിൻ്റെ എന്താണ് പഞ്ചസ്വരൂപങ്ങൾ, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ശക്തികൾ, അതിൻ്റെ ഗുണങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ ആത്മാവിൽ ആ ഒരു കോൺഫിഡൻസ് വരും. ഞാൻ അങ്ങനെയുള്ള ആത്മാവാണ്, ഇനി വീണ്ടും എനിക്ക് അടുത്ത കൽപ്പത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിത്തീരണം. അതിനാരെ കൂട്ടുപിടിക്കണം? ബാബയെ കൂടെ വെക്കണം. അപ്പൊ സ്വയത്തെ ആത്മാവാണെന്നും ആത്മാവിന്റെ അവസ്ഥകൾ എന്താണെന്നും ഉള്ള തിരിച്ചറിവ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ബാബയുടെ ഓർമ്മ വരും. അതാണ് മന്മനാഭവയിൽ ആദ്യം അപ്പനേക്കോ ആത്മാ സമച്ചോ പകലെ ദൂസരി ബാബ്കോ യാദ് കരോ, രണ്ടാമത് ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ആദ്യം പറഞ്ഞത് സ്വയം തിരിച്ചറിയൂ എന്നുള്ളതാണ്. സാമനെ പരമാത്മാക്കോ ദേഖ്തേ ഹോ, എപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ പരമാത്മാവുണ്ട്, ആ പരമാത്മാവിനെ തന്നെ നോക്കൂ. അകാല തക്വർ ബൈറ്റാ ഹുവാഹി. അപ്പൊ പരമാത്മാവും നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ ഒപ്പം ഒരകാല സിംഹാസനത്തിൽ വന്നിരിക്കുകയാണ്. ഐസേ ബാഹ്യോങ്കോ ഭി തരക് ഭി ദേഖൂ. അതേപോലെ നമ്മൾ ഇതുപോലെയാണ് മറ്റെന്താണ് ശിവബാബയെ നമ്മൾ ബ്രഹ്മബാബയുടെ ഭൃഗുടിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, കാണുന്നു. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ സഹോദരാത്മാക്കളെയും അവരുടെ സിംഹാസനത്തിൽ, അവരുടെ ശരീരത്തിൽ ഭ്രൂമധ്യത്തിലായിട്ട് ദർശിക്കൂ. അപ്നേക്കോ ആത്മാ സംസ്കർക്കേ ഫിർ ബാഹ്യം സെ ബാത് കറൂ. വാ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം സഹോദരനാണെന്നുള്ള ഭാവത്തിൽ വന്നിരുന്നിട്ട് ആത്മാവാൻ സ്മൃതി ഇരുന്നു കൊണ്ട് അവരുടെ അകാല സിംഹാസനത്തിൽ ഇരിക്കുന്ന ആത്മാവിനെ നോക്കി സഹോദര ഭാവത്തോടുകൂടി സംസാരിക്കൂ. വായിക്കോഹം ജ്ഞാൻ തേത്തി. അപ്പൊ ഞാനിപ്പോൾ ഈ ജ്ഞാനം കൊടുക്കുന്നത് ആർക്കാണ്? എൻ്റെ സഹോദരനാണ്.
ബഹൻ നഹി, ഇവിടെ സഹോദരി ഇല്ല, പിന്നെയോ ഭായി ഭായി. അപ്പൊ ആത്മാക്കൾ എന്തുകൊണ്ട് ഭായി ഭായി? അത് പുരുഷ സങ്കല്പത്തിലാണ് ഭായി ഭായി ആയത്. അപ്പൊ എന്തുകൊണ്ട് ആത്മാവിനെ പുരുഷാന്ന് വിളിക്കുന്നു? സ്ത്രീ എന്ന് വിളിച്ചുകൂടെ? അവന് പറ്റത്തില്ല. പ്രകൃതിയും പുരുഷനും എന്നാണ് പറയുക. അതിൽ പരമാത്മാ സങ്കല്പത്തിലും പരമാത്മി എന്ന് പറയില്ല. ആത്മാവെന്ന വാക്കിൽ ആത്മി എന്നുള്ള സ്ത്രീലിംഗ ശബ്ദമില്ല. ആത്മാ അകാരത്തിലാണ് അത് ഉപയോഗിക്കുക. അതുകൊണ്ട് ബാബ പറയാണ് ഭായി ഭായി ബഹൻ നഹി. ഏതർത്ഥത്തിലാണ് ഭായി ആയത്? ഏതർത്ഥത്തിലാണ് ആത്മാവിന് സ്ത്രീലിംഗ രൂപം പ്രയോഗിക്കാത്തത്? കാരണം എന്ത്? എന്താ കാരണം? ആത്മാക്കളെല്ലാം ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു എന്ന കാരണത്താലാണ് സഹോദരൻ എന്ന സങ്കല്പം വന്നത്. അതായത് പുരുഷ സങ്കല്പം വരുന്നത് എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, തായ് വഴിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് കുടുംബ സ്വത്തിന് അവകാശമില്ല. അവർ സ്വത്തെടുക്കുന്നില്ല. സ്വത്തെടുക്കുന്നതൊക്കെ ആരാണ്? ആൺകുട്ടികളാണ്, പുരുഷന്മാരാണ്. അതുപോലെ ഇവിടെയും പരമാത്മാവിൽ നിന്നും സമ്പത്തെടുക്കുന്നു ആത്മാക്കൾ. അതുകൊണ്ട് ആ എടുക്കുന്നതായതുകൊണ്ട് എല്ലാ ആത്മാക്കൾക്കും പുരുഷ സങ്കല്പം കൊടുത്തിരിക്കുന്നു. സ്ഥൂലത്തിലാണെങ്കിൽ സ്ത്രീ പുരുഷ ദേഹത്തിന്റെ വ്യത്യാസം നോക്കിയാണ് ആൺകുട്ടിക്ക് കൊടുക്കും, പെൺകുട്ടിക്ക് കൊടുക്കും. കൊടുത്താൽ തന്നെ ആൺകുട്ടിക്ക് കൂടുതൽ കൊടുക്കും, പെൺകുട്ടിക്ക് കുറച്ച് കൊടുക്കും. എന്നാൽ ഇവിടെ ആത്മാക്കൾക്ക് ആൺപെൺ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ആത്മാക്കൾക്ക് സ്വത്ത് ലഭിക്കുന്നത് തുല്യമായിട്ടാണ്. അതുകൊണ്ട് ആ സ്വത്തെടുക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇവിടെ ആത്മാവിനെ പുരുഷൻ അല്ലെങ്കിൽ ഭായി എന്ന് വിളിക്കുന്നത്. ആത്മാങ്കോ ജ്ഞാൻ ദേത്തെ ഹി, ആത്മാക്കൾക്കാണ് ജ്ഞാനം നൽകുന്നത്. അഗർ യഹ് ആദത് തുമാരി പട് ജായേഗി തോ തുമാരി ജോ ക്രിമിനൽ ആയി ഹേ जो तुमको धोखा देती है वह आहिस्ते आहिस्ते बंद हो जाएंगी. അപ്പൊ കണ്ണുകളെ സിവിലാക്കി മാറ്റാം. എങ്ങനെ? അതിനുള്ള സഹജമായ യുക്തിയാണ് ബാബ ഇന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ എൻ്റെ സഹോദര ആത്മാവിനാണ് ജ്ഞാനം കൊടുക്കുന്നത് എന്നുള്ള ആ ഉയർന്ന ആത്മതലത്തിലും ആത്മഭാവത്തിലും ഇരുന്നു കൊണ്ട് നിങ്ങൾ ജ്ഞാനം കൊടുക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കിയാൽ, നിങ്ങളെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ക്രിമിനൽ ദൃഷ്ടി പതുക്കെ പതുക്കെ ഇല്ലാതാവും, പരിവർത്തനപ്പെടും. അവസാനം നിങ്ങളുടെ ദൃഷ്ടി പൂർണ്ണമായിട്ടും സിവിലാവും. ആത്മാമേ ക്യാ കരേഗി അല്ലെ? ആത്മാവിലിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആത്മാവിലിപ്പോൾ എന്ത് ചെയ്യാൻ? ഇപ്പൊ ദേഹത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ദേഹത്തിൽ എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ആത്മാവിൽ എന്ത് ചെയ്യാൻ പറ്റും? ജബ് അഭിമാൻ ആത്താ ഹേ തോ തബ് ഗിർതേ ഹി. കാരണം എപ്പോഴാണോ ആത്മാവിന് ദേഹാഭിമാനം വരുന്നത് അപ്പോഴാണ് ആത്മാവിന് അധപ്പതനം സംഭവിക്കുന്നത്. ബഹുത് കഹത്തെ ഹേ ബാബ ഹമാരി ക്രിമിനൽ ഐ ഹേ. ചിലപ്പോൾ ചില കുട്ടികൾ ബാബയോട് പറയാറുണ്ട്, ബാബ എനിക്ക് ക്രിമിനാലിറ്റി വന്നു, ക്രിമിനൽ ഐ എന്ന് പറയും, ക്രിമിനൽ ദൃഷ്ടി വന്നു എന്ന് പറയും, അല്ലെ ക്രിമിനാലിറ്റി വന്നു എന്ന് പറയും. അച്ഛാ ക്രിമിനൽ ഐക്കോ അഫി സിവിൽ ഐ ബനാവും. എനിക്കിപ്പോൾ എന്താ കുഴപ്പം? ബാബ ചോദിക്കണം. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സത്യം തുറന്ന് പറഞ്ഞല്ലോ. ബാബയ്ക്ക് അതും ഇഷ്ടമാണ്. തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് പറയുന്ന കുട്ടികളെ ബാബയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ബാബ പറയാൻ ശരി, നല്ല കാര്യം, ക്രിമിനലായി വന്നല്ലോ. അത് വന്നു എന്ന് സമ്മതിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ബാബ എനിക്ക് ക്രിമിനലായി ഉണ്ട്, എൻ്റെ ദൃഷ്ടി ക്രിമിനലാണ് എന്നൊരു കുട്ടി ബാബയോട് പറയുമ്പോൾ ബാബ പറയുന്നതാണ്, ആ കുട്ടിയുടെ മാറ്റം അവിടുന്ന് ആരംഭിച്ചു. കാരണം അവനത് ഞാൻ പാപിയാണ്, പാപം ചെയ്തു, തെറ്റ് ചെയ്തു എന്നൊരാൾ സമ്മതിക്കുന്നത് ശരിയിലേക്ക് പോകാനുള്ള തുടക്കത്തിൻ്റെ ആദ്യപടിയാണ്. അതുകൊണ്ട് ബാബ പറയും, ചില കുട്ടികൾ ബാബയോട് പറയും, ഹമാരി ക്രിമിനൽ ഐ ഹേ, എൻ്റേത് ക്രിമിനൽ ഐയാണ്, ക്രിമിനൽ ദൃഷ്ടിയാണ്. അപ്പോൾ ബാബ ആദ്യം അച്ഛാന്നാ പറയുന്നത്, നല്ലത്. എന്നിട്ട് പറയാണ്, ക്രിമിനൽ ഐക്കോ അഭി സിവിൽ ഐ ബനാവോ. ആ ക്രിമിനൽ ദൃഷ്ടിയെ ഇനി നിങ്ങൾ സിവിൽ ദൃഷ്ടിയാക്കി മാറ്റൂ. ബാപ്നെ ആത്മാക്കോ ദിയാ ഹി ഹേ തൈസരാ നേത്ര. അപ്പൊ സിവിൽ ദൃഷ്ടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബാബ എന്ത് ചെയ്തു? ആത്മാക്കൾക്ക് ഒരു മൂന്നാമത്തെ നേത്രം നൽകിയിട്ടുണ്ട്. തീസരെ നേത്ര സെ ദേഖെങ്കെ തോ ഫിർ തുമാരി ദേഹ് കോ ദേഖ്നെ കി ആദത് മിട്ട് ജായേഗി. ആ മൂന്നാമത്തെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ പഠിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ദേഹത്തെ നോക്കുന്ന ശീലം താനെ ഇല്ലാതെയാകും. ബാബ ബച്ചുങ്കോ ഡയറക്ഷൻ തോ ദേത്തെ രക്തേ ഹി. ബാബ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻഗോഫി ഐസേഹി കഹ്തേഹി. നമ്മളോട് എന്താണ് ശിവബാബ പറയുന്നത് അതേ വാക്കുകൾ തന്നെയാണ് ശിവബാബ ബ്രഹ്മബാബയോടും പറയുന്നത്.
അല്ലെങ്കിൽ ബ്രഹ്മബാബയ്ക്ക് പ്രത്യേക ശ്രീമത്ത്, നമുക്ക് പ്രത്യേക അങ്ങനെയൊന്നുമില്ല. നമ്മളോട് പറയും തന്നെ ബ്രഹ്മബാബയോടും പറയും, ബ്രഹ്മബാബയോട് എന്ത് പറയുന്നോ അത് തന്നെ നമ്മളോടും പറയും. ഏക ബാബാ ഭി ദേഹമേ ആത്മാക്കോ ദേക്കേങ്കെ. ഈ ബാബയും നിങ്ങളുടെ ദേഹത്തിലേക്ക് നോക്കുമ്പോൾ ദേഹത്തെ അല്ല നോക്കുന്നത്, ദേഹത്തിലിരിക്കുന്ന ആത്മാവിനെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിനെ നോക്കുന്ന ജ്ഞാനമായതുകൊണ്ടും ആത്മാവിനെ മാത്രം കാണുന്ന ജ്ഞാനമായതുകൊണ്ടും നമ്മളിതിനെ എന്ത് വിളിക്കും? റുഹാനി നോളജ്, ആത്മീയ ജ്ഞാനം എന്ന് പറയും. കാര്യം നോക്കൂ, ലോകത്ത് ധാരാളം അറിവുകളുണ്ട്, കഥകളുണ്ട്, സിദ്ധാന്തങ്ങളുണ്ട്, അല്ലേ? പക്ഷെ ഇവിടെ കാര്യങ്ങളിൽ എന്താണ്? ഈ വാക്കുകൾ സംസാരിക്കുക, അവിടെയൊന്നും ആത്മാവെന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ബാബ എന്തല്ല, സ്പിരിച്വൽ നോളജ് അല്ല, അത് വെറും ഫിലോസഫിയാണ്. അവരാരും സംസാരിക്കുമ്പോൾ ആത്മാവെന്നോ അവിടെയൊക്കെ ഞാൻ എൻ്റെ എന്ന വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അവിടെയൊന്നും ആത്മാവാണെന്നുള്ള പദം പോലും എന്താണ്? ആളുകളുടെ ധാരണയിൽ ആത്മാവെന്നുള്ള ഏതോ ഒരു അത്ഭുത വസ്തുവാണ്. മരിച്ചു കഴിയുമ്പോൾ മാത്രം ദേഹത്തിൽ നിന്ന് പുറത്തു കൊണ്ട സാധനമാണ് അവരുടെ കൺസെപ്റ്റ് ആത്മാവ്. അതുകൊണ്ട് എന്താണ്? ജീവിച്ചിരിക്കുന്ന ആരും തന്നെ ജീവിച്ചിരിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ആത്മാവെന്ന പദം ഉപയോഗിക്കാറുമില്ല, അതിനെക്കുറിച്ച് അവരോട്ട് ചിന്തിക്കാറുമില്ല. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ, ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് മനുഷ്യൻ മരിച്ചതിന് ശേഷം ഏതോ ഒരു അത്ഭുത വസ്തുവിനെ കുറിച്ചെന്നതുപോലെ സംസാരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ആരും സ്വന്തം ചുണ്ടുകൊണ്ട് ഞാൻ ആത്മാവാണെന്ന് പറയില്ല. നാം മരിച്ചു കഴിയുമ്പോൾ ആ ആത്മാവിനെ കുറിച്ച് മറ്റാരോ പറയുന്നു, ആത്മാവിന് പോയി, ആത്മാവിന് കർമ്മം ചെയ്യണം, ആത്മാവിന് ശാന്തി കൊടുക്കണം എന്നൊക്കെ. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാത്ത ശാന്തിയെക്കുറിച്ച്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാത്ത മുക്തിയെക്കുറിച്ച് മരിച്ചതിന് ശേഷം ആരൊക്കെയോ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു, എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നു. ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുകയോ ആത്മാവിന് വേണ്ടി കർമ്മം ചെയ്യുകയോ ചെയ്യാത്ത എനിക്ക് വേണ്ടി മരിച്ചതിന് ശേഷം ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ആ കർമ്മം എങ്ങനെയാണ് എനിക്ക് ലഭിക്കുക? വിശന്നിരുന്ന സമയത്ത് ഞാൻ ആഹാരം കഴിച്ചില്ല. ഞാൻ മരിച്ച ശേഷം എന്ത് ചെയ്തു? നാട്ടുകാലം കൂടി എനിക്ക് വേണ്ടി സദ്യ ഉണ്ടാക്കി അവരെല്ലാം മിഷ്ടാന്ന ഭോജനം കഴിക്കുന്നു. ഞാൻ ചത്തത് എങ്ങനെയാണ്? വിശന്നാണ്. അപ്പോൾ ആളുകൾ എൻ്റെ അടിയന്തരം നടത്തിയിട്ട് എല്ലാവരും നല്ല സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ? അപ്പോൾ അവർ കഴിക്കുന്ന ആഹാരം എങ്ങനെയാണ് ആത്മാവിന് കിട്ടിയത്? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കഴിക്കാത്ത സാധനം മരിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി മറ്റാരോ കഴിച്ചാൽ അതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് ആത്മീയ ജ്ഞാനകാലം തന്നെ ബാബ ഏത് കാര്യം പറയുമ്പോഴാ രുഹാനി എന്ന് എടുത്തെടുത്ത് പറയും. ആത്മാവിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ എത്ര വലിയ ഫിലോസഫികൾ പറഞ്ഞാൽ അവിടെ ആത്മാവെന്ന പദം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയാൻ ആത്മീയത ആത്മാവിനെ സംബന്ധിച്ചത്. അപ്പൊ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആത്മാവിന്റെ പേരെടുത്തെടുത്ത് പറയണം. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരാളെ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഒരാളെ സംസാരിക്കുമ്പോൾ ആ ആളുടെ പേര് നമ്മൾ കൂടെ കൂടെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കുന്നത് അറിയണ്ടേ ഈ പറയുന്ന ഇന്നയാളെ കുറിച്ചാണെന്ന്? അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥാനം എടുത്തെടുത്ത് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആത്മാവെന്നുള്ള പദം കൂടെ കൂടെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ്? അവിടെ എൻ്റെ ഞാൻ എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ദേഹമാണെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ അതെങ്ങനെ സ്പിരിച്വൽ നോളജ് ആവും? അതുകൊണ്ട് ബാബ പറയുകയാണ്, ഇതിനെ തന്നെയാണ് ബാബയും ദേഹത്തിലിരുന്നു കൊണ്ട് ആത്മാവിനെയാണ് കാണുന്നത്, ആത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നവർക്ക് ഈ ബോധമുണ്ട്, പറയുന്ന ആൾക്കും ഈ ബോധമുണ്ട്. ഏതാണ്? പരമാത്മാവ് പറയുന്നു, ഞാൻ ആത്മാക്കളോട് സംസാരിക്കുന്നു. കേൾക്കുന്നു വിചാരിക്കുന്നു പരമാത്മാവായ ഭഗവാൻ ആത്മാവായി എന്നോട് സംസാരിക്കുകയാണ്, ആത്മാവായി ഞാൻ ചെവിയിലൂടെ കേൾക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളും പറയുന്ന ആളും രണ്ടുപേരും ഈ വാക്ക് ഉപയോഗിക്കുന്നു, അനുഭവിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഇത്? റുഹാനി നോളജ്, ആത്മീക ജ്ഞാനമായി. ലേഖോ പദകീർത്തന ഊഞ്ചി പാത്തേ. അപ്പോൾ ആ ആത്മീയ ജ്ഞാനത്തിലൂടെ കിട്ടുന്ന പദവി എന്താണ്? അത് എത്ര വലുതാണ്? ജബർദസ്ത് പദം, വളരെ ശക്തിശാലിയായിട്ടുള്ള പദവിയാണ് അതിലൂടെ കിട്ടുന്നത്. തോ പുരുഷാർത്ഥ ഫി ഐസാ കർണ ചാഹിയെ. അപ്പൊ കിട്ടേണ്ടുന്ന പദവി വലുതാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന പുരുഷാർത്ഥവും അത്രയും തന്നെ വേണ്ടേ? പുരുഷാർത്ഥ ഫി ഐസാ കർണാഹെ. ഏത് പദവിയാണോ നേടുവാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ പദവിക്കനുസരിച്ചുള്ള പുരുഷാർത്ഥം ചെയ്യണം. അപ്പൊ ബാബയും മനസ്സിലാക്കുകയാണ്, കൽപ്പം മുമ്പും എന്ത് ചെയ്തു? എല്ലാവരുടെയും പുരുഷാർത്ഥം നടന്നു. ആ കൽപ്പം മുമ്പ് നടന്ന പുരുഷാർത്ഥം എന്താണോ അതേപോലെ തന്നെയാണ് ഈ കൽപ്പത്തിലും പുരുഷാർത്ഥം നടക്കുന്നത്. ചിലര് രാജാ റാണിയാകും,
ചിലർ പ്രജയിലേക്ക് പോകും. അതുകൊണ്ട് ഏകാം ജബ് बैठकर नेष्टा भी करवाते हो तो अपने को आत्मा समझ करके दूसरों की भी प्रगुड़ी में आत्मा को देखते रहेंगे तो फिर उनकी സർവീസ് अच्छी होगी. ഇവിടെയും നിങ്ങൾ നിഷ്ഠയിരുന്നു കൊണ്ട് അല്ലെ യോഗം ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? പണ്ടൊക്കെ സെന്ററിൽ അങ്ങനെയായിരുന്നു. എന്താണ്? ദൃഷ്ടിയോഗ. പരസ്പരം ഫേസ് ടു ഫേസ് ഇരുന്ന് ദൃഷ്ടിയോഗം ചെയ്യിപ്പിക്കും. എന്തുകൊണ്ടാണ്? ദൃഷ്ടി നോക്കി നമുക്ക് ആത്മദർശനം നടത്തുവാൻ ഒരു അഭ്യാസം ചെയ്യിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്താണ്, നമ്മൾ ആ ഒരു ഭാവത്തോടെ ആത്മാക്കളെ നോക്കുമ്പോൾ എന്ത് പറ്റും? ഒരു വിചിത്രമായൊരു ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങളിവിടെ നിഷ്ഠയിലിരുന്നു കൊണ്ട് യോഗം ചെയ്യുമ്പോൾ അല്ലെ യോഗം ചെയ്യിപ്പിക്കുമ്പോൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ ഭൃഗൂടിയിലിരിക്കുന്ന ആത്മാവിനെ കണ്ടുകൊണ്ടിരിക്കൂ. അപ്പോൾ അവരുടെ സേവനം, ആ ആത്മഭാവത്തിൽ ഇരുന്നുകൊണ്ട് ആരാണോ സേവ ചെയ്യുന്നത് അവരുടെ സേവനം വളരെ നല്ലതായി തീരും. കാരണം അവരുടെ ഭാവം പൂർണ്ണമായിട്ടും സ്പിരിച്വലാണ്. ആരാണോ ദേഹി അഭിമാനിയായിട്ടിരിക്കുന്നത് അവർ മറ്റുള്ളവരെയും അങ്ങനെ തന്നെ കാണും. എൻ്റെ ഭാവം എന്താണോ ആ ഭാവത്തിലാണല്ലോ ഞാൻ മറ്റുള്ളവരെയും ദർശിക്കുക. അപ്പൊ ദേഹി അഭിമാനികൾ എപ്പോഴും മറ്റുള്ളവരെയും ആത്മാവ് ദേഹിയായിട്ട് കാണും. ദേഹാഭിമാനികൾ മറ്റുള്ളവരെയും ദേഹമായിട്ട് കാണും. അതാണ് ദൃഷ്ടികൾ തമ്മിലുള്ള വ്യത്യാസം. റിസ്കി ഊവ് പ്രാക്ടീസ് കറു. അതുകൊണ്ട് സ്വയം ദേഹി അഭിമാനിയായിരുന്നു കൊണ്ട് മറ്റുള്ളവരെയും ദേഹിയായിട്ട് കാണുവാനുള്ള നല്ല പുരുഷാർത്ഥം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ബാബു പറയാണ്, അരേ ഊഞ്ചുപത് പാനാഹേത്തോ കുച്ചുത്തോ മേഘത് കരയെങ്കേന. നിങ്ങൾക്ക് നല്ല ഒരു പദവി കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ പരിശ്രമിക്കണ്ടേ? ഒത്തിരി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം പരിശ്രമമെങ്കിലും ചെയ്യണ്ടേ? തോ അഭി ആത്മാവ് കേലിയെ യഹി മേഘനത് കെ. അതുകൊണ്ട് ഈ സമയത്ത് ആത്മാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശ്രമം ഇത് മാത്രമാണ്. ഏതാണ്? ആത്മാവാണ്, ദേഹിയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ये रूहानी नॉलेज एक ही दफा मिलती है. ഈ ഒരു ആത്മീയ ജ്ഞാനം ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുള്ളൂ. അവർ കഭി ഭി നഹി മിലേങ്കി. പിന്നീട് ഒരിക്കലും ഈ സാധനം കിട്ടില്ല. ന കലിയുഗമേ ന സത്യുഗമേ. ഈ ജ്ഞാനം കലിയുഗത്തിൽ ലഭിക്കില്ല, സത്യുഗത്തിൽ ലഭിക്കില്ല. പിന്നെയോ സിറബ് സംഗം യുഗമേം സഫി ബ്രാഹ്മൺ കോ. അതുകൊണ്ട് സംഗമയുഗത്തിൽ ആരാണോ ബ്രാഹ്മണരായിട്ടുള്ളത് ആ ബ്രാഹ്മണർക്ക് മാത്രമാണ് ഇത് ലഭിക്കുക. तो ब्राह्मण नहीं बनेंगे तो फिर देवता कैसे बनेंगे? ബാബ ചോദിക്കുകയാണ്, ദേവതയാകുന്നില്ലെങ്കിൽ ബ്രാഹ്മണനാകുന്നില്ലെങ്കിൽ പിന്നെങ്ങനെ ദേവതയാകും? ഈ സംഗമേഹി മേഘനത് കർത്തേഹി. അതുകൊണ്ട് ഈ സംഗമയുഗത്തിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ പരിശ്രമം ചെയ്യേണ്ടത്. और कोई समय में एक नहीं करेंगे. अपने को आत्मा दूसरों को भी आत्मा समझो, उनको ज्ञान दो. മറ്റൊരു കൽപ്പത്തിലും മറ്റൊരു സമയത്തും ഒരു യുഗത്തിലും സ്വയം നമ്മൾ ആത്മാവാണെന്നുള്ള ബോധത്തിരുന്ന് മറ്റൊരാത്മാവിന് ജ്ഞാനം കൊടുക്കുന്നില്ല. ഈ ഒരു ഭാവവും ഭാവനയും ഈ സമയത്ത് മാത്രമാണുള്ളത്. तो बाबा जो समझाते हैं उस पर विचार सागर मदन करो. ഇത്രയും നേരം ബാബ നല്ലൊരു പോയിന്റ്സ് ആണ് പറഞ്ഞു തന്നത്. ഈ ടോപ്പിക്ക് ശരിക്കും എന്താണ്, അതിന്റെ പ്രാക്ടിക്കൽ എന്താണ്, പ്രാക്ടിക്കൽ ഇഫക്റ്റ് എന്താണെന്നതിനെ കുറിച്ച് നല്ലതുപോലെ വിചാരസാഗര മഥനം ചെയ്യണം. ജഡ്ജ് കറോ കി ക്യാ എക് ടീകെ ഹമാരെ ഫായദേ ഫിർ ബാത് ഹി. അതുകൊണ്ട് നമ്മൾ സ്വയം അതിനാണ് തീരുമാനമെടുക്കണം. ഇത് ശരിയാണോ, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് സ്വയം നിങ്ങൾ തീരുമാനിക്കണം. ഹംഗോ ആദത്ത് പട് ജായേഗി കി ബാക്കി ജോ ശിക്ഷ ഹേ സോ ബായുങ്കോ ദേനാ ഹേ. അപ്പം നമുക്ക് ഈ ഒരു ശീലം ഉണ്ടാകണം. ബാബ നമുക്കിപ്പോൾ എന്ത് ശിക്ഷണമാണോ നൽകുന്നത് ആ ശിക്ഷണം മറ്റുള്ളവർക്കും കൊടുക്കണം, സഹോദരങ്ങൾക്കും കൊടുക്കണം എന്നുള്ള ആ ഒരു ശീലം നമ്മൾ ഉണ്ടാകണം. ഫീമെയിൽ കോഫി ദേനാഹെ, മെയിൽ കോഫി ദേനാഹെ. നമ്മുടെ സഹോദരങ്ങൾ ആരാ ഇവിടെ? പുരുഷ ദേഹത്തിരിക്കുന്ന ആത്മാക്കളും ഉണ്ട്, സ്ത്രീ ദേഹത്തിരിക്കുന്ന ആത്മാക്കളും ഉണ്ട്. ഇപ്പൊ രണ്ടു പേർക്കും ഇത് കൊടുത്തേ പറ്റും. ദേനാത്തോ ആത്മാ കീഹി. ഇവിടെ സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ ജ്ഞാനം കൊടുക്കുന്നത് ആർക്കാണ്? ശരീരത്തിനല്ല. സ്ത്രീ പുരുഷൻ അത് ശരീരമാണ്, കൊടുക്കുന്നത് ആത്മാവിനാണ്. തോ ദേനാത്തോ ആത്മാവ് കീഹി. കൊടുക്കുന്നത് ആത്മാവിന് തന്നെയാണ്. ഈ ആത്മാവ് തന്നെയാണ് എന്താണ് ആണും പെണ്ണുമൊക്കെ ആകുന്നത്. അത് ശരീരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എടുക്കുന്ന ശരീരം ഏതോ അതുപോലെ ആണും പെണ്ണുമാകും. ആ കൺസെപ്റ്റിൽ ആ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ എന്താണ്? സഹോദരി സഹോദരനായിട്ട് മാറുന്നു.
ബാബ കഹത്തെ ഹെ मैं तुम बच्चों को ज्ञान देता हूँ. ഞാൻ കുട്ടികളായി നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനം നൽകുകയാണ്. मैं बच्चों की तरफ आत्माओं को देखता हूँ. ഞാൻ കുട്ടികളായി നിങ്ങളെ ആത്മാവിലേക്കാണ് നോക്കുന്നത്, ആത്മഭാവത്തിലാണ് കാണുന്നത്. और आत्माएं भी समझती है कि हमारा परमात्मा जो बाप है वो ज्ञान देते हैं. അപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ കുട്ടികളെ ആത്മാക്കളായിട്ടാണ് കാണുന്നത്. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ പരമാത്മാവ്, എൻ്റെ പരമാത്മാവാകുന്ന അച്ഛൻ എനിക്ക് ജ്ഞാനം നൽകുകയാണ്. അതുകൊണ്ട് പഠിപ്പിക്കുന്ന ആള് പഠിക്കുന്ന കുട്ടികളെ ആത്മാവായിട്ട് കണ്ടുകൊണ്ട് പഠിപ്പിക്കുന്നു. പഠിക്കുന്ന കുട്ടികൾ പഠിപ്പിക്കുന്ന ആളെ ആത്മാവായിട്ട് കണ്ടുകൊണ്ട് അതിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയാം? इसको ही कहा जाता है स्पिरिचुअल ज्ञान की लेन देन. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്പിരിച്വൽ ജ്ഞാനത്തിന്റെ കൊടുക്കൽ വാങ്ങൽ. ആരും തമ്മിൽ ആത്മാക്കി പരമാത്മാക്കെ സാത്ത്, ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള ആത്മീയ ജ്ഞാനത്തിന്റെ കൊടുക്കൽ വാങ്ങലാണ് ഇവിടെ നടക്കുന്നത്. तो एक बाप शिक्षा देते हैं कि देन आत्मा परमात्मा के साथ. അതുകൊണ്ട് ബാബ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. जैसे कोई विजिटर आदि आते हैं तो अपने को आत्मा समझ ആത്മാ ബാബ് को പരിചയം देना है. അതുപോലെ ബാബ പറയും, ഇവിടെ നിങ്ങളുടെ അടുക്കിലേക്ക് ആരെങ്കിലും ഒരു വിസിറ്റർ, ഒരു ഗസ്റ്റ് വരികയാണെന്നിരിക്കട്ടെ. ആ ഗസ്റ്റ് ആരാണ്? ഒരു ആത്മാവാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്മൃതി മാറണം, ഈ വന്ന വിസിറ്റർ ആത്മാവാണ്. അപ്പം ആത്മാവാണെന്ന് മനസ്സിലാക്കി അവർക്ക് ആത്മാവിൻ്റെ അച്ഛനായ ബാബയുടെയും പരിചയം കൊടുക്കണം. ആത്മാവേ ജ്ഞാൻ ഹേ ശർമി നഹി. അറിവിരിക്കുന്നത് ദേഹത്തിലല്ല, അറിവിരിക്കുന്നത് ആത്മാവിലാണ്. तो उनकी भी आत्मा समझ करके ही ज्ञान देना है. അതുകൊണ്ട് അവരെയും വന്നു കയറിയ ആ ഗസ്റ്റിനെയും ആത്മാവാണെന്ന് മനസ്സിലാക്കി അവർക്ക് ജ്ഞാനം കൊടുക്കണം. അതിലൂടെ എന്താണ്? അവർക്കും നല്ലതാണ്. ഇസേ ഉൻകോ ഭി അച്ഛാ ലഗേഗ. അപ്പൊ നമ്മൾ ആ ഒരു ഭാവത്തിൽ ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്ന അവർക്കും ഇത് നല്ലതായിട്ട് ഫീൽ ചെയ്യും. ജൈസേക്ക് ജൗഹർ ഹെ തുമാരെ മുഖ്മേ ഹെ. അപ്പൊ നമ്മുടെ ചുണ്ടുകളിൽ അത്രയും എന്താണ്? ശക്തിയുണ്ട്, അത്രയും ജ്ഞാനമുണ്ട്. യെസ് ജ്ഞാൻകി തൽവാർമേ ജൗഹർ പർ ജായേഗ. അപ്പൊ ജ്ഞാനമാകുന്ന വാളിൽ നമ്മൾ നല്ല നല്ല മൂർച്ചയുള്ള വാക്ക് പറഞ്ഞ് പറയാറില്ലേ? നാക്കിലെ മൂർച്ച എന്താണ്? ചുണ്ടുകളുടെ മൂർച്ച എന്താണ്? ആ വാക്കുകൾ പറയുമ്പോഴുള്ള സ്ഥിതിയാണ്. അതോറിറ്റിയായിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ എന്താണ്? വാള് പോലെ കൊള്ളു എന്നാ പറയുക, വാക്കുകൊണ്ട് മുറിച്ചു എന്നാ പറയുക, കുത്തുവാക്ക് പറഞ്ഞു എന്നാ പറയുക, വാക്കിനെ കൊണ്ട് തന്നെ കുത്തി എന്നാ പറയുക. അപ്പൊ എത്ര പവർഫുൾ ആണത്! ഒരു ബാബാണ് നിങ്ങളുടെ ജ്ഞാനമാകുന്ന വാളിൽ മൂർച്ചയുണ്ടാകും. എപ്പോഴാണ്? ആ ദേഹി അഭിമാനി സ്ഥിരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ. കാരണം നിങ്ങൾ ദേഹി അഭിമാനിയല്ലേ, ആത്മാഭിമാനികളല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ജ്ഞാനമാകുന്ന വാളിൽ ആ മൂർച്ചയുണ്ടായിരിക്കും. ഇത് സംശയം ഉണ്ടെങ്കിൽ, ശരിയാണോ ഇത്, അത് പ്രാക്ടീസ് കറക്കെ ദേക്കോ. നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കുണ്ടായ ഇഫക്റ്റ് എന്താണ്? ആ വ്യക്തി അതിനെ എങ്ങനെ ഉൾക്കൊണ്ടു? അപ്പം ആത്മാഭിമാനി ആയെന്ന് പറയുമ്പോഴുള്ള ഇഫക്റ്റ് എന്താണ്, അല്ലാത്തപ്പോൾ ഇഫക്റ്റ് എന്താണ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ എന്ത് ചെയ്തോളൂ? പ്രാക്ടീസ് കറക്കെ ദേക്കോ, പരീക്ഷിച്ച് നോക്കിക്കോളൂ. റിസൾട്ട് എന്താണോ അത് സ്വീകരിച്ചോളൂ. ബാബാക്കകത്തേക്ക് ജഡ്ജ് കറൂ. നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക, നിങ്ങൾ തന്നെ വിധിക്കുക. ഏക്ക് ടീക്ക് ഓർ ഗലത്ത്. ബാബ ഈ പറഞ്ഞത് അതേപടി കണ്ണോടെ വിശ്വസിക്കൊന്നും വേണ്ട. നിങ്ങൾ തന്നെ പരിശോധിച്ച് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തൂ. ഇത് ശരിയാണോ ഈ പറയുന്നതൊക്കെ? और बच्चों के लिए भी एक कोई नई बात नहीं. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര പുതിയ കാര്യമൊന്നുമല്ല. എന്തുകൊണ്ട്? ബാബ് സംചാത്തേക്ക് സഹജ് കർക്കി. കാരണം ബാബ വളരെ സിമ്പിളായിട്ടാണ്, എത്ര ലളിതമാക്കാമോ അത്രയും ലളിതമാക്കിക്കൊണ്ടാണ് ബാബ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ചക്ക് ലഗായ അബ് നാടക പൂരോ കൂത്തായി. ചക്രം കറങ്ങി വന്നു, പൂർണ്ണമായിട്ടും ചക്രം കറങ്ങി തീർന്നു. ഇപ്പോൾ നാടകം പൂർണ്ണമാവുകയാണ്. ഇനി എന്താ ചെയ്യാൻ ഒറ്റ കാര്യം ഇരിച്ചോളൂ, തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതിനെന്ത് വേണം? ബാബാക്ക് യാദിമിൻ്റെ ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. അവസാനമുള്ളത് തിരിച്ചു പോക്കാണ്. നാടകം പൂർണ്ണമാകും, കർട്ടൻ വീഴാൻ പോവുകയാണ്. ഇനി ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ബാബാക്ക് യാദിമിൻ്റെ ബാബയുടെ ഓർമ്മയിരിക്കണം. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറണം. സദോ പ്രധാനമായ ലോകത്തിന്റെ അധികാരിയാകണം. അതിനുശേഷം വീണ്ടും നിങ്ങൾ താഴോട്ട് പടികൾ ഇറങ്ങി വരാൻ തുടങ്ങും. നോക്കൂ,
എത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണ്, എത്ര സഹജമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഓരോ 5000 വർഷത്തിന് ശേഷവും എനിക്കിവിടെ വരണം, ഞാനിവിടെ വരും. എങ്ങനെയാണ്? ഡ്രാമക്കെ പ്ലാൻ അനുസാർ മേം ബന്ധായ്മാൻ ഹു. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഞാനും ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ബന്ധനസ്ഥനാണ്. കാരണം ചില ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എനിക്കും ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് അതൊരർത്ഥത്തിൽ ഒരു ബന്ധനം പോലെയാണ്. അതിൽ നിന്നും മാറി നിൽക്കാൻ, ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതൊരു ബന്ധനം എന്ന് പറയുന്നത്. അല്ല കയറിട്ട് കെട്ടിയ കാര്യമല്ല പറയുന്നത്, ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടത് ബന്ധനമാണ്. ആക്കർക്കെ ബച്ചോങ്കോ ബഹു സകൽ യാദ് കി യാത്ര സിഖലാത്താകും. ഏത് കാര്യത്തിലും ബാബ ബന്ധനസ്ഥനായിരിക്കുന്നത്? വന്നിട്ട് തൻ്റെ കുട്ടികൾക്ക് വളരെ സഹജമായിട്ട് ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കണം എന്നുള്ള ഡ്യൂട്ടിയിലാണ് ബാബ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. വേറൊന്നും ബാബയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ബാബ് യാദ്മേ അന്തമതി സോഗതി ഹോ ജായെങ്കി. അങ്ങനെ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ അന്തമതി സോഗതിയായിട്ട് മാറും. എനിക്ക് സമയക്കേലിയെ അന്തമതി സോഗതി എന്നുള്ള ആ ഒരു മഹിമ, ആ ഒരു വാക്കിന്റെ പ്രാധാന്യവും ഈ സമയത്താണ്. ഈ സമയത്തിന്റെ മഹിമയാണ് അങ്ങനെ പാടുന്നത്. ഏക് അന്തകാൽഹേ, അന്തമതി സോഗതി എന്ന് പറയുമ്പോൾ അന്ത സമയത്താണ്, അന്തിമ സമയം, കലിയുഗാന്ത്യം, അത് സംഗമയുഗമല്ല. അപ്പൊ അന്തമതി സോഗതി എന്ന വാക്കിൽ അന്ത് എന്ന വാക്ക് അന്ത്യകാലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ അന്ത്യകാലം ഏതാ? ഇതല്ലേ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്ലോഗൻ, ഈ പറഞ്ഞ വാക്കിന് ഈ സമയത്താണ് മൂല്യമുള്ളത്. യഥാർത്ഥ അർത്ഥം ഇപ്പോഴേ ഉള്ളൂ. ഏക അന്തകാൽ ഹേ. അപ്പൊ ഈ സമയം ബാബ് ബൈഠ് കർക്കെ യുക്തി ബദലാത്തേക്ക് ബാമേകം യാത് കറുത്തോ സദ്ഗതി ഹോ ജായെങ്കി. അത് മറ്റൊരു യുഗത്തിലും വന്ന് ഭഗവാൻ പറയാത്തൊരു കാര്യമാണ്. ഈ സമയത്ത് മാത്രം വന്ന് പറഞ്ഞു തരുന്നു, യുക്തിയോടുകൂടി പറഞ്ഞു തരുന്നു. എന്താണ്? മാമേകം യാത് കറുത്തോ സദ്ഗതി ഹോ ജായെങ്കി. നിങ്ങൾക്കിനി സദ്ഗതിയിലേക്ക് പോകണം, സദ്ഗതി കിട്ടണം. അതിനെന്താണ് ഒറ്റ വഴി? ഞാൻ യുക്തി പറഞ്ഞു തരാം. മാമേകം യാദ് കരോ, നിങ്ങൾ എന്നെ തന്നെ ഓർമ്മിക്കൂ. ബച്ചേപി സമസ്തേക്ക് പടായി സേഹ് ബനൂങ്ക ഫലാന ബനൂങ്ക. ഇപ്പൊ കുട്ടികൾ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അറിയാമല്ലോ, ഞാൻ ഈ പഠിപ്പ് പഠിച്ചിട്ട് ഇന്നതാകും, അങ്ങനെയാകും, ഇങ്ങനെയാകും എന്നൊക്കെ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. മേൻ ജാക്കർ നൈ ദുനിയാ മേൻ ദേവി ദേവത ബനൂങ്കോ. ഇവിടെയും നമ്മൾ ഇത് മനസ്സിലാക്കുന്നു, കുട്ടികൾ മനസ്സിലാക്കുന്നു, ഞാനിതെല്ലാം പഠിച്ചിട്ട് പോയി പുതിയ ലോകത്തിലെ ദേവിയാകും അല്ലെങ്കിൽ ദേവതയാകും. കൊയ് നൈ ബാത്ത് നഹി. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ബാബ് തോ കടിക്കടിക്കകത്തേക്ക് നത്തിങ് ന്യൂ. അതുകൊണ്ട് ഇടക്കിടയ്ക്ക് ബാബ കുട്ടികളെ ഓർമ്മപ്പെടുത്തും, ഇതൊന്നും പുതിയ കാര്യമല്ല, നത്തിങ് ന്യൂ. എഗത്തോ സിറ്റി ഉദർത്തി ചട്നി ഹേ. നമ്മളിവിടെ പടികയറണം, പടിയിറങ്ങണം, പടികയറണം, പടിയിറങ്ങണം. ജിന്നക്കി കഹാനി ഹേന. അങ്ങനെ ഏണിപ്പടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ജിന്നിന്റെ കഥയുണ്ടല്ലോ. ഉസ്കോ സീറ്റി ഉത്തരനെ ചടനേക്ക് കാം ദിയാ ഗയാ. കാരണം വെറുതെ ഇരുന്നാൽ ജിന്നിന് കുഴപ്പമുണ്ടാവും, ജിന്ന് കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള ജോലി കൊടുത്തു. ആ ജോലി എന്തെങ്കിലും തീരുവോ? ഗണപതിക്ക് നാളെ നീ കൊടുത്ത പോലെ നാളെ തരാം, നാളെ ചെയ്യാം. കല്യാണം കഴിക്കാൻ വന്നപ്പോൾ അച്ഛനെ കൊടുത്തു, നാളെ ആവട്ടെ എന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും? എന്നും വായിച്ചുകൊണ്ടിരിക്കുക, നാളെ. അതേപോലെ ജിന്നിനും പണി കൊടുത്തു, കയറുക ഇറങ്ങുക. ആ പണി തീരുവോ? ഇല്ല. അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് നാടകീകെ ചടന ഉത്തർന്ന. ഈ സൃഷ്ടി നാടകം തന്നെ ഉദ്ധാനത്തിൻ്റെയും അധപ്പതനത്തിൻ്റെതുമാണ്, കയറ്റത്തിൻ്റെയും ഇറക്കത്തിൻ്റെതുമാണ്. അതുകൊണ്ട് ബാബറിന് യാദ് കി യാത്രാസേ ബഹുത് മജ്ബൂത് ഹോ ജായെങ്കി. ഓർമ്മയുടെ യാത്ര ചെയ്യുന്നതിലൂടെ വളരെയധികം ശക്തിശാലിയാകും. ഇസ്ലിയെ ഭിന്ന ഭിന്ന പ്രകാശേ ബാബ് ബച്ചോങ്കോ ബൈഠ് സിഖ്ലാത്തേ. അതുകൊണ്ടാണ് പല പല രീതികളിൽ, പല പല യുക്തികളിൽ, പല പല ഉദാഹരണങ്ങളിലൂടെ ബാബ കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരികയാണ്. എന്താണ്? ബച്ചേ അഭി ദേഹി അഭിമാനി ബനോ. ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനിയാകണം. മുഴുവൻ മുരളിയുടെയും സാരാംശം ഇത് തന്നെയാണ്. പക്ഷെ പറയുന്ന രീതികളിൽ, അവതരണത്തിൽ വ്യത്യാസമുണ്ട്, ഉദാഹരണത്തിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ബാബ ഭിന്ന ഭിന്ന പ്രകാരസേണ്ട, ഭിന്ന ഭിന്ന രീതികളിൽ ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു. രീതികളാണ് ഭിന്ന ഭിന്നം, പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. അതെന്താണ്? അഭി ദേഹി അഭിമാനി ബനോ. ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനി ആകണം. അഭി സബ്കോ വാപിസ് ജാനാ ഹേ. ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകണം. തും ആത്മാ പൂരെ 44 ജനം ലേക്കർ തമോ പ്രധാൻ ബൻ ഗയി ഹോ. ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ ആത്മാക്കളായി നിങ്ങൾ എല്ലാവരും 84 ജന്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ എന്തായി? തമോ പ്രധാനമായി. ഭാരതവാസി ഹി സതോരജോ തമോ ബൻതേ. ഭാരതവാസികൾ തന്നെയാണ്
ഈ സതോ രജോ തമോ ആകുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സതോ രജോ തമോ ബ്രാഹ്മൺ ദേവത ക്ഷത്രിയ വൈശ്യ ശൂദ്ര. അപ്പോൾ വർണ്ണങ്ങളുടെ കഥ, പിന്നെ ഗുണങ്ങളുടെ കഥ. ഗുണങ്ങളാണ് സത്തോ ഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഗുണങ്ങളുടെ വർണ്ണന, അതുപോലെ വർണ്ണങ്ങളുടെ വർണ്ണന, ഇതൊക്കെ എവിടെയുള്ളൂ? ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഭാരതവാസി ആത്മാക്കളാണ് ഈ പാട്ടുകളൊക്കെ അഭിനയിച്ചത്. ദൂസരി കൊയി നാഷണാലിറ്റിക്കോ നഹീം കഹേങ്കി. മറ്റൊരു രാജ്യത്തുള്ളവർക്കും ഒരു രാഷ്ട്രത്തിൽപ്പെട്ടവർക്കും ഈ മഹിമയില്ല. എന്താണ്? നിങ്ങൾ പൂർണ്ണമായിട്ടും 84 ജന്മങ്ങൾ എടുത്തു, നിങ്ങൾക്ക് വ്യത്യസ്ത വർണ്ണങ്ങളുണ്ട്. ഇതൊന്നും മറ്റുള്ള നാഷണാലിറ്റിയിൽ ഈ പദങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഇത് ഭാരതത്തിൽ മാത്രമുള്ള വാക്കുകളാണ്. അപ്പോൾ അവസ്ഥ ഇവിടെയായിരുന്നു. വാക്കുകൾ ഉപയോഗിക്കുന്ന ഇവിടെയാണെങ്കിൽ ആ അവസ്ഥ ഇവിടെയുള്ളവർക്കാണ് ഉണ്ടായിരുന്നത്. ദെൻ ബാത്മ്യാക്കർക്ക് ബെത്തായ നാടകമേ ഹർവേക്ക പാർട്ട് അപ്പന അപ്പന ഓത്തായ. ഇപ്പോൾ ബാബ വന്നിട്ട് പറയുകയാണ്, ഈ നാടകത്തിൽ ഓരോ ആത്മാക്കൾക്കും അവരവരുടേതാകുന്ന പാർട്ടുണ്ട്. അവരപ്പനപ്പന ഹോത്തായ, അവരവരുടെ റോളാണുള്ളത്. ആത്മാക്യത്തിന് ചോട്ടിഹേ. നോക്കൂ, ആത്മാവ് എത്ര സൂക്ഷ്മമാണ്, എത്ര ചെറുതാണ്. എന്നാൽ സയന്റിസ്റ്റുകൾക്ക് പോലും ഇതുവരെ പിടികിട്ടില്ല ഈ സാധനം. ഏതാണ്? ആത്മാവിനെ കുറിച്ച്. സയൻസ് ദാനോക്കോ ഏക സംശനഹി ആയികാക്കി അത്തനാ ചോട്ടി ആത്മാവേക അവിനാശി പാട്ട് ബലാഹുവാഹെ. ഇത്രയും സൂക്ഷ്മമായിരിക്കുന്ന, അതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മാവിൽ 84 ജന്മങ്ങളുടെ രഹസ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവാകുന്ന ചിപ്പിനകത്ത് ഇത്രയും ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല സയന്റിസ്റ്റ് പോലും. മെമ്മറി കാർഡിൽ വെക്കുന്നതൊക്കെ മെമ്മറിയിലിരിക്കും, ഓർമ്മയിലിരിക്കുകയല്ല മെമ്മറി കാർഡ്. അതുപോലെ ആത്മാവിൽ എന്തുണ്ട്? മെമ്മറി ഉണ്ട്. ആ മെമ്മറിയാണ് എന്ത്? സംസ്കാരം. ആ സംസ്കാരം, പാർട്ടിന്റെ സംസ്കാരം ആത്മാവിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നും സയന്റിസ്റ്റുകൾക്ക് പോലും അറിയില്ല. ഏകേ സബ്സേ വണ്ടർഫുൾ പാത്ത്. ഇതാണ് അതിശയിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അതിശയത്തിന്റെ കാര്യം. ഇത് ചോട്ടീസി ആത്മാ അവർ പാർട്ട് കിത്തന ബജാത്തി. നോക്കി, കുഞ്ഞൊരാത്മ, സൂക്ഷ്മമായിരിക്കുന്ന ഒരു ബിന്ദു എത്ര പാട്ട് അഭിനയിച്ചു പറയാൻ പറ്റുമോ? എത്ര കൽപ്പം കഴിഞ്ഞു പോയി പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അവിനാശി എന്ന് പറയുന്നത്. നമ്പർ എണ്ണാൻ പറ്റാത്തത് കൊണ്ട് എന്താണ് ഇത് അവിനാശി എന്ന് പറയപ്പെടുന്നു. ഏക് ഡ്രാമ ഫി അവിനാശി വകുപ്പി അവിനാശി. ആത്മാവിൽ പാർട്ട് അഭിനയിച്ചിരുന്നുണ്ട്, ആത്മാവിൽ പാർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആത്മാവും അവിനാശിയാണ്, ആത്മാവിലുള്ള പാർട്ടും അവിനാശിയാണ്. ഔർ ബെനാ ബെനായ. അവിനാശി എന്ന് മാത്രമല്ല, ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ഐസെ നഹീം കഹെങ്കെ കബ്ബെന. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കരുത്. ഇതാ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും എന്ന് പറയുമ്പോൾ ചില ബിരുദന്മാരെ ചോദിച്ചാൽ ചോദിക്കും, എപ്പോൾ ഉണ്ടാക്കി ചോദിക്കും. അങ്ങനെ ചോദ്യം ഇവിടെ വേണ്ട. നഹി കുതിരത്തെ. ഇത് പ്രപഞ്ച നിയമപ്രകാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് എന്നുണ്ടായി എന്നൊരു ചോദ്യം വേണ്ട. ബെനായ ഉണ്ടാക്കപ്പെട്ടു, ആരാൽ? ആ ചോദ്യവും വേണ്ട. രണ്ടിനും ഉത്തരവില്ല. ശുഭ അവർ ഞാനല്ല അത് ഉണ്ടാക്കിയത്, ഞാൻ ക്രിയേറ്റർ എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന കാര്യം ശരിയാ, പക്ഷെ ഇതുണ്ടാക്കിയത് ഞാനല്ല. അതുകൊണ്ട് ആ കുറ്റം എൻ്റെ തന്നെ കാര്യം. എന്തിനാണ് ദൈവം ഈ നാടകം ഉണ്ടാക്കിയത് എന്നോട് ചോദിച്ചേക്കരുത്. കാരണം ഞാനല്ല ഉത്തരവാദി. കുതിരൻ ഉത്തരം അതാണ്, കുതിരൻ. ഏകി ജ്ഞാൻ ബഡാ വണ്ടർഫുൾ ഹേ. ഈ ജ്ഞാനം നോക്കൂ എത്ര വണ്ടർഫുൾ ആണ്. കഭി കോയി ജ്ഞാൻ ബത്താ നഹീ സക്തേ. ഈ ഒരു ജ്ഞാനം മറ്റാർക്കും പറയാൻ പറ്റില്ല. ഐസേ കോയിക്ക് താക്കത്ത് നഹീ ജോ ജ്ഞാൻ ബത്തായി. ഈ ഒരു ജ്ഞാനം പറഞ്ഞു തരുവാനുള്ള ശക്തിയൊന്നും ഇന്ന് ആരുടെയും പക്കലില്ല. തോ അഭി ബച്ചോങ്കോ ബാബ് ദിനം പ്രതിദിൻ സംചാത്തെ രക്തേ. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് ദിനം പ്രതിദിനം പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. അഭി പ്രാക്ടീസ് കറോ. ഇപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യണം. എന്താണ്? ഹം അപ്പനെ ഭായി ആത്മാക്കോ ജ്ഞാൻ ദേത്തേ. ഞാൻ എൻ്റെ സഹോദര ആത്മാവിനാണ് ഈ ജ്ഞാനം കൊടുക്കുന്നത്. എന്തിനാ കൊടുക്കുന്നത്? ആപ് സമാൻ ബനാനേക്ക് ലി. അവനെയും എനിക്ക് തുല്യമാക്കണം, അവരെയും എനിക്ക് തുല്യമാക്കണം, അവരും എന്നെ പോലെയാകണം. അതിനു വേണ്ടിയാണ്. ഇല്ലേ, പുരാണത്തിൽ കഥയില്ലേ, അർജുനൻ കൊണ്ടുവന്ന എന്താണ് സമ്മാനം. അമ്മയെ ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ആ നിങ്ങൾ എല്ലാവരും കൂടി വീതിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുന്നത്, ഞാൻ നേടിയ നേട്ടങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അപ്പം അമ്മ എന്ത് പറയും? നീ നേടിയതെല്ലാം നിന്റെ സഹോദരന്മാർക്ക് കൂടി ഷെയർ ചെയ്യൂ. നീ എന്ത് നേടി അത് അവർക്കും കൊടുക്കൂ. നീ എന്തനുഭവിക്കുന്നു ആ അനുഭവം അവർക്കും കൊടുക്കൂ. അതൊറ്റയ്ക്ക് അനുഭവിക്കരുത്. സഹോദര സ്നേഹമുള്ളവർ എന്ത് ചെയ്യുന്നു? എന്ത് കിട്ടിയാലും ഒരു ഭാഗം അനിയന് കൊടുക്കും, അല്ല ചേട്ടന് കൊടുക്കും, അല്ല ചേച്ചിക്ക് കൊടുക്കും. അതൊരു വീടിൻ്റെ സഹോദര ഭാവത്തിൻ്റെ നിയമമാണത്. എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് ഭുജിക്കരുത്, പകുത്ത് കഴിക്കണമെന്നുള്ളത്.
ഷെയർ ചെയ്യണം എന്നുള്ളത്. ഒരു ബാബ എന്താണ്, നിങ്ങൾക്ക് ഈ ഭാവനയുണ്ട്, ഈ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ സഹോദര ആത്മാവിന് ജ്ഞാനം കൊടുക്കുകയാണ്. എന്തിനാണ്? ആപ്സമാൻ ബനാനെ കേലിയെ, എന്നെ പോലെ തന്നെ എൻ്റെ സഹോദരനെയും ആക്കി തീർക്കണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ അവരെ പഠിപ്പിക്കണം. ഞാൻ എന്തൊക്കെ ആയിട്ടുണ്ടോ അതുപോലെ അവരെയും ആക്കണം. ഇതൊരു വിശാലമായൊരു ഭാവന തലമാണ്, ഭാവതലമാണ്. ബാപ്സെ ബർസ ലേനെ കേലിയെ ക്യോങ്കി സബ് ആത്മക്കാക്കെ, കാരണം പരമാത്മാവിൻ്റെ സ്വത്തെടുക്കാൻ എല്ലാ ആത്മാക്കൾക്കും അവകാശമുണ്ട്. അല്ല കുറച്ച് പേർക്ക് വേണ്ട, കുറച്ച് പേർക്ക് വേണം, അങ്ങനെയൊന്നുമില്ല. അവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ് ഇത്. ശാന്തി ശാന്തി ജഗ മേ നാനി ഹൈ, ശാന്തി की शक्ति से शांति जग में नानी है। शांत मन हो तन हो शीतल, शांत मन हो तन हो शीतल, ऐसी दुनिया बनानी है। शांति की शक्ति से शांति जग में नानी है, शांति की शक्ति से. ഇപ്പൊ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുവാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. കാരണം എല്ലാ ആത്മാക്കൾക്കും അച്ഛൻ്റെ സ്വത്തിന് തുല്യ അവകാശമുണ്ട്. ബാബ ആത്തെ ഹേ സഭി ആത്മാങ്കോ അപ്പന അപ്പന ശാന്തിവ സുഖ വർസാദേനെ കേലിയെ. ബാബ വന്നിരിക്കുന്നത് തന്നെ ഓരോ ആത്മാക്കൾക്കും അവരവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള എന്താണ് ശാന്തിയുടെയും സുഖത്തിൻ്റെയും സമ്പത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഹം ജബ് രാജധാനി മേം ജായെങ്കെ തോ ബാക്കി സബ് ശാന്തിധാം മേം ജായെങ്കെ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴാണോ നമ്മൾ രാജധാനിയിലേക്ക് പോകുന്നത്, അതായത് ജീവൻ മുക്തിയിലേക്ക് പോകുന്നത്, അപ്പോൾ ബാക്കി ആത്മാക്കളൊക്കെ ശാന്തിധാമത്തിലേക്ക് അല്ലെ മുക്തിയിലേക്ക് പോകും. പീച്ചെ ജയ ജയാഹാർ ഹോങ്കി, അതിനുശേഷം അവിടെ എല്ലായിടത്തും സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ജയ ജയാരവം മുഴങ്ങും. ഏഹാം സുഖി സുഹോക, ഇവിടെ സുഖം തന്നെ സുഖമാകും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് പാവനമാകൂ എന്ന്. ജിത്തന ജിത്തന തും പവിത്ര ബൻതേ ഹോ, എത്രത്തോളം നിങ്ങൾ പവിത്രമാകുന്നോ അത്രയും നിങ്ങൾക്ക് ആ ആകർഷണവും ആ ശക്തിയും കൈവരും. ജബ് തും ബിൽക്കുൽ പവിത്ര ഹോ ജാത്തെ തോ ഗിദ്ദ് നശീ ഹോ ജാത്തെ, എപ്പോൾ നിങ്ങൾ സമ്പൂർണ്ണ പവിത്രമാകുന്നോ അപ്പോൾ നിങ്ങൾ സിംഹാസനത്തിൻ്റെ അവകാശിയായിട്ട് മാറും. തോ പ്രാക്ടീസ് എരിക്കറും, അതുകൊണ്ട് ഈ ഒരു പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. ഏത് പ്രാക്ടീസ്? ആത്മാ അഭിമാനിയാകാനുള്ള പ്രാക്ടീസ്. 2 ഓപ്ഷൻ വരുന്നത് ആത്മാവിലേക്ക്. എന്തൊക്കെയാ? ശരീരിക്കുന്നതാണ് ഞാൻ ആത്മാ, അത്രയേ ഉള്ളൂ. പക്ഷെ ആത്മാവിനെ അങ്ങനെയല്ല. ഞാനും ആത്മാ, ഞാൻ കാണുന്നവരും ആത്മാ, ഞാൻ നോക്കുന്നവരും ആത്മാ. അതുകൊണ്ടാണ് ഈ പ്രാക്ടീസ് അതുകൊണ്ട് ബാബാണ് ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യൂ. ഐസേ മത് സമജ്നാ ഹേ ബസ് ഏക് സുനാ ഒക്കാൻ സേ നിക്കൽന. ഈ ഒരു പ്രാക്ടീസ് ചെയ്യരുത്, ഇങ്ങനെ കരുതരുത്. ഈ ചെവി കൊണ്ട് കേട്ടു മറ്റേ ചെവിയിലൂടെ പുറത്തു പോയി, അങ്ങനെ ആകരുത്. ഇസ് പ്രാക്ടീസ് ബിഗർത്തും ചെല്ലയ്ക്ക് സഖി. ഈ പ്രാക്ടീസ് ചെയ്യാതെ ആത്മാഭിമാനിയാകാതെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. വഖഫി ആത്മാ, അവരും ആത്മാവാണ്. ആ ഭായി ഭായി എന്നുള്ള കാഴ്ചപ്പാടിൽ ഇരിക്കണം. എന്നിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കണം. ഇതായിരുന്നു ബ്രഹ്മാവയിൽ നമ്മളെ പഠിപ്പിച്ച 3 സ്റ്റെപ്പുകളാണ് ബ്രഹ്മാവിടെ പുരുഷാർത്ഥം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ബ്രഹ്മാവ് പുരുഷാർത്ഥം ചെയ്ത് ഇങ്ങനെയാണ്, ഞാൻ ആത്മാവാണ് ആത്മാവാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എവിടെയെങ്കിലൊക്കെ കുത്തിക്കുറിക്കും, ഞാൻ ആത്മാവാണെന്ന് എഴുതി വയ്ക്കും. രണ്ടാമത്തെ പ്രാക്ടീസ് ഇതായിരുന്നു, യശോദ ആത്മാ, രാഹുൽ ആത്മാ, അതായത് എൻ്റെ ഭാര്യ, എൻ്റെ മകൻ എന്നല്ല കണ്ടത്. കൂടെയുള്ളവരൊക്കെ ഞാൻ ആത്മാവാണ് ആദ്യം പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ആരെയൊക്കെ കാണുന്നു, ആരൊക്കെ എനിക്ക് ബന്ധുക്കളുണ്ട്, എനിക്ക് ആരോടൊക്കെ ബന്ധമുണ്ട്, അവരൊക്കെ ആത്മാവാണെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പിന്നെ വരാൻ തുടങ്ങി. പിന്നെ അത് എഴുതി തുടങ്ങി. നമ്മളെന്ത് ആദ്യം സ്ലൈറ്റ് എടുത്ത് ആദ്യം കുട്ടികൾ തരുന്നു A for ആത്മാ. ഇവിടെ പറഞ്ഞ A for ആത്മാ, A for ആപ്പിളാണ് അവരെഴുതുക, നമ്മൾ A for ആത്മാവെന്ന് എഴുതി. രണ്ടാമത് B for ബോയ് എന്ന് എഴുതി, നമ്മൾ B for ബാബ എന്ന് എഴുതി.
അപ്പം ആദ്യം ആത്മാവിൻ്റെ പരിചയത്തിൽ തന്നെ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. നീ ആത്മാവാണ്, നിന്റെ സംബന്ധികളും ആത്മാവാണ്. ഇനി എന്ത് ചെയ്യണം? ആത്മാവ് ശരീരത്തിൻ്റെ അധികാരിയാകണം, ആത്മാവ് രാജാവാകണം. അപ്പം ബ്രഹ്മാവിടെ 3ാമത്തെ പ്രാക്ടീസ് ആയിരുന്നു ദർബാർ കൂടുക. എല്ലാ ദിവസവും ഇന്ദ്രിയങ്ങളെ വിളിച്ചിട്ട് കണ്ണിനോട് ചോദിക്കും, ചെവിയോട് ചോദിക്കും, നാക്കിനോട് ചോദിക്കും, എല്ലാ ഇന്ദ്രിയങ്ങളെയും വിളിച്ചിട്ട് ദർബാർ കൂടുമായിരുന്നു. ഇപ്പം എന്താണ്, ഈ 3 സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ ആത്മാവ് എന്നുള്ള പാഠം പക്കായാവും. അതിനുശേഷമാണ് ഇങ്ങോട്ട് പോയത് ശിവഭാവിയിലേക്ക് പോകുന്നത്. അതാണ് A4 ആത്മാ കഴിഞ്ഞിട്ടാണ് A4 ആത്മാ ആത്മാ ആത്മ എഴുതി പഠിച്ചിട്ട് അടുത്ത ദിവസം ടീച്ചർ എന്ത് ചെയ്യും? B എഴുതിയിട്ട് B4 പോയി എഴുതുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? C4 ക്യാറ്റ്, നമ്മൾ C4 സൈക്കിൾ, D4 ഡോഗ്, ഇവിടെ C4 ഡ്രാമ, D4 ഡ്രാമ. ഇങ്ങനെ ബാബ ABCD പാഠം ഇങ്ങനെ പഠിപ്പിച്ചിട്ടിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ പഠനം. അതുകൊണ്ട് ബാബ പറയുന്നത് ഇത് സ്പിരിച്വൽ നോളജാണ്, ഇത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്യാതെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാ സഹോദരങ്ങൾക്ക് ജ്ഞാനം കൊടുക്കൂ. റുഹാനി ബാബ് റുഹാനി ബച്ചോങ്കോ സംചാത്തേ ഹേ. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്പിരിച്വൽ റുഹാനി സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നു. സ്പിരിച്വൽ ഫാദർ ദേനെ വാലാ ഹെ. ഇവിടെ ആത്മീയ അച്ഛനാണ് നൽകുന്നവൻ. ജബ് ചിൽഡ്രൻ പൂരാ സ്പിരിച്വൽ ബൻ ജാത്തെ. അങ്ങനെ ആത്മീയ അച്ഛൻ്റെ പാഠം കേട്ട് കേട്ട് കുട്ടികൾ ആരാകും? പൂർണ്ണമായിട്ട് സ്പിരിച്വൽ ആകും. ഏകദം പ്യൂർ ബൻ ജാത്തെ. അതായത് കുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ എന്താണ്, പവിത്രമായിട്ട് മാറും. സ്പിരിച്വൽ ആകുക അർത്ഥം ആത്മാവിൻ്റെ ജ്ഞാനം എടുത്തെടുത്ത് കുട്ടികൾ ആത്മാ അഭിമാനിയായി അത്രയധികം പവിത്രമായിട്ട് മാറുന്നു. ഏകദം പ്യൂർ ബൻ ജാത്തെ. പെട്ടെന്ന് തന്നെ എല്ലാ കുട്ടികളും പരിശുദ്ധമാകുന്നു. അപ്പോഴോ തോ ജാക്കർ സത്യുഗി തക്ത് കെ മാലിക് ബൻതെ. അങ്ങനെ പവിത്രമായി കഴിയുമ്പോൾ അവർ സത്യുഗത്തിൽ പോയിട്ട് സിംഹാസനത്തിന്റെ അധികാരിയാകും. ജോ പ്യോർ നഹി ബനെങ്കെ വോ മാലാമേ ഭി നഹി ആയെങ്കെ. ആരാണോ പ്യുവർ ആകാത്തത്, പരിശുദ്ധമാകാത്തത്, അവർ ഒരിക്കലും മാലയിലും വരവർ മൈൻഡ് ഇറ്റ്. ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. മാല കാഭി കോയി അർത്ഥത്തോ ഹോഗാന. ഇപ്പം മാല മാല എന്ന് പറയുമ്പോൾ അതിനുമുണ്ടല്ലോ ഒരു അർത്ഥം. ആ മാല എന്ന വാക്കിന് അർത്ഥമുണ്ടല്ലോ. എന്തെല്ലാം അർത്ഥങ്ങളാണുള്ളത്? മാലയിലെ മുത്തുകൾ കോർക്കപ്പെടുന്നത്, അത് കോർക്കപ്പെടാൻ വിധിക്കപ്പെട്ട മുത്തുകൾ, അല്ല അവർക്ക് ആ വിധി ഏത് സ്ഥാനത്ത് വരുന്നു, ഏത് എണ്ണത്തിൽ വരുന്നു, നമ്പർ 1 നമ്പർ 2. അപ്പോൾ ഒരു മാലയെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ കാര്യമൊന്നുമല്ല, അതിനും ഉണ്ട് അർത്ഥം. മാലാക്കാർ രാജ് ദൂസരാ കോയി ഭി നഹീം ജാനത്തെ. മറ്റുള്ളവരാരും തന്നെ ഒരു ജപമാല, അതുക്കപ്പുറം മാലയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എന്നാൽ മാലയ്ക്ക് മറ്റൊരർത്ഥങ്ങൾ കൂടിയുണ്ട്, രഹസ്യങ്ങളുണ്ട്, അത് മറ്റാരും മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട് മാല ജപിക്കുന്നു? ചോദ്യം അതാണ്. എണ്ണം കൗണ്ട് ചെയ്യാനുള്ള മുത്തുകളാണ് ഉദ്ദേശിക്കുന്നത് അവിടെ, ആ 108 എണ്ണം. അപ്പം എണ്ണം തയ്ക്കാൻ വേണ്ടി, ചുണ്ടുകൊണ്ട് എണ്ണാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? എണ്ണാനുള്ള സാധനം മാത്രമായിട്ടാണോ മാല ഉപയോഗിക്കുന്നത്? ക്യോം സിമർത്തേ. എന്തിനാണ് സ്മരിക്കുന്നത്? മാല ജപിക്കുന്നതിനാണ്. ക്യോങ്കി ബാബാക്കി ബഹുത് മദത് കി. 8 മണിയുടെ മാല ജപിക്കുന്നുണ്ടെങ്കിൽ, 108 മാല ജപിക്കുന്നുണ്ടെങ്കിൽ ആ 108 മാലയിലെ കിടക്കുന്ന ഓരോ മുത്തുകളും ജപിക്കപ്പെടാൻ യോഗ്യരായത് അവർ ബാബയുടെ സേവനത്തിൽ സഹയോഗികളായതുകൊണ്ട് തന്നെയാണ്. തോക്കുനകി സിമർ ജായെങ്കിൽ. അപ്പോൾ ബാബയുടെ സേവനത്തിൽ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർ സ്മരിക്കപ്പെട്ടുകൂടാ, ജപിക്കപ്പെട്ടുകൂടാ? ദെൻ തും സിമരേ ഭി ജാത്തേ ഹോ തുമാരി പൂജ ഭി ഹോത്തി ഹേ. നിങ്ങൾ തന്നെയാണ് മാലയിലെ മുത്തുകളായിട്ട് സ്മരിക്കപ്പെടുന്നതും നിങ്ങളുടെ പൂജയാണ് നടക്കപ്പെടുന്നതും. പൂജ നടക്കുന്ന ആരുടെയാണ്? ശരീരക്കോ, നിങ്ങളുടെ ശരീരത്തിനെയാണ് ക്ഷേത്രത്തിൽ അവരെ വിഗ്രഹമായിട്ട് വെച്ചിട്ട് പൂജിക്കുക. എന്താണ്? നിങ്ങൾ ശരീരം കൊണ്ടാണ് സേവ ചെയ്തത്. ഭഗവാന്റെ സേവ ദേഹം കൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദേഹത്തെ വരെ പൂജിക്കുന്നു. ആത്മാവാണ് ചെയ്തത്. ആത്മാവിനെ ബിന്ദുവായിട്ട് മുത്ത് രൂപത്തിൽ ജപിക്കുമ്പോൾ മറുവശത്ത് ആത്മാവിനും പൂജ കിട്ടുന്നുണ്ട്, ശരീരത്തിനും പൂജ കിട്ടുന്നുണ്ട്. ഭഗവാന്റെ ശരീർ കോഫി പൂജ ചാത്തായി. നിങ്ങളുടെ ശരീരത്തെ പോലും പൂജിക്കുന്നു അവിടെ വിഗ്രഹ രൂപത്തിൽ. അവർ മേരിത്തോ സിരഫ് ആത്മാക്കോ പൂജ ചാത്തായി. ശിവ പറയാണ്, എൻ്റെയോ എനിക്ക് ഒറ്റ പൂജ കിട്ടുന്നുള്ളൂ, ആത്മരൂപത്തിൽ മാത്രമേ പൂജ കിട്ടുന്നുള്ളൂ എനിക്ക്. നിങ്ങൾക്കോ ആത്മാവിനും പൂജ കിട്ടും, ശരീരത്തിനും പൂജ കിട്ടും. കാരണം എനിക്ക് ശരീരമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ശരീരത്തിൻ്റെ പൂജ കിട്ടില്ല. അവർ മേരിത്തോ സിരഫ് ആത്മാക്കോ പൂജ ജാത്തായി. ശോഭന എനിക്ക് കിട്ടുന്ന പൂജ മാത്രം എങ്ങനെയാണ്? ആത്മാവിൻ്റെ പൂജയെ കിട്ടുന്നുള്ളൂ. ദേക്കത്തൊന്നും ഡബിൾ പൂജ ജാത്തേവോ. അപ്പം നിങ്ങളാരായി? ഡബിൾ പൂജയുള്ളവരല്ലേ. നിങ്ങൾക്കാണ് ഇരട്ട പൂജ കിട്ടുന്നത്. മേരേസെ പി ജാസ്തി ഹി. എന്നേക്കാൾ കൂടുതൽ ഭക്തിമാർഗത്തിൽ
പൂജിക്കപ്പെടുന്നത് ആരാണ്? നിങ്ങൾ തന്നെ. വിളിക്കുന്ന ഭഗവാനെ എന്നാണിക്കും ആളുകൾ ചുണ്ടുകൊണ്ട് വിളിക്കുന്ന എൻ്റെ പേരാണെങ്കിലും അവർ ഭാവന ചെയ്യുന്നതും നിങ്ങളെയാണ്, പൂജിക്കുന്നതും നിങ്ങളെയാണ്. അപ്പം എന്നേക്കാൾ കൂടുതൽ ഭാവനയും പൂജയും കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ. തും ജബ് ദേവതാ ബൻതേകത്തോ ദേവതാങ്കെ ഭി പൂജ കർത്തേ. അല്ലെ, നിങ്ങൾ ദേവതയായി കഴിയുമ്പോൾ ദേവതാരൂപത്തിൽ നിങ്ങൾക്ക് പൂജ ലഭിക്കും. इसलिए पूजा में भी तुम तीखे, यादगार में भी तीखे और ബാദശാഹി में भी तुम तीखे. അപ്പം എവിടെയൊക്കെ നിങ്ങൾക്ക് ഉയർന്ന പദവി കിട്ടിയത്? പൂജയിലും നിങ്ങൾ മുൻപിലാണ്, ഓർമ്മചിഹ്നത്തിലും നിങ്ങൾ മുൻപിലാണ്, രാജ്യം ഭരിക്കുന്നതിൽ നിങ്ങൾ മുൻപിലാണ്. ദേഖോ തുംകോ കിത്ന ഉഞ്ച ബനാത്ത. നിങ്ങളെ ഞാൻ എത്ര പൂജ്യനാക്കി. ത്രിമൂർത്തിയായ ബാബ നമ്മളെ ത്രിമൂർത്തി ഉഞ്ചയാക്കി മാറ്റുകയാണ്. എന്നാൽ ത്രിമൂർത്തി ഉഞ്ച 3 രൂപത്തിൽ നമ്മൾ ഉയർത്തപ്പെട്ടവരാക്കുന്നു. 1 പൂജയിൽ, 2 ഓർമ്മചിഹ്നത്തിൽ, 3 അധികാരത്തിൽ. അപ്പം ഭഗവാൻ ത്രിമൂർത്തിയാണ്. അപ്പം ത്രിമൂർത്തിയായ ഭഗവാൻ തൻ്റെ മക്കളെ പൂജയിലും മുൻപന്തിയിലാക്കും, ഓർമ്മചിഹ്നത്തിലും മുൻപന്തിയിലാക്കും, അതുപോലെ പദവിയിലും അധികാരത്തിലും മുൻപന്തിയിലാക്കും. അപ്പോൾ ദേക്കോ തുംകോ കിത്തന ഊഞ്ച ബനാത്താവും. അപ്പോൾ നോക്കൂ, ഞാൻ നിങ്ങളെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. അതാണ് നമ്മുടെ ഭാവം. നിങ്ങൾ എൻ്റെ അടിമയാണ്, ഞാൻ പ്രമാദം കേട്ട് ജീവിച്ചോളണം, അല്ലെ ഞാൻ നിങ്ങളെ നരകത്തേക്ക് തള്ളിയിടും, ശിക്ഷിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തി നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു യജമാനല്ല ശിവ ബാബ. അതൊക്കെ നിരാകാരി മേരാ ബാബ. നമ്മുടെ ബാബ എത്ര നിരാകാരിയാണ്, അതിനേക്കാൾ അവരും നിരഹങ്കാരിയാണ്. ഒരഹങ്കാരവും ബാബയ്ക്കില്ല. ബാബയ്ക്ക് ഒരു ഈഗോ ഇല്ല, എന്തോ ഞാൻ വലിയ സംഭവമാണെന്ന്. ബാബ ഞാൻ നിങ്ങളെ എത്ര ഉയർന്നവരാക്കി മാറ്റുന്നു. എന്നെക്കാട്ടിലും ഉയർന്ന പദവി. എനിക്ക് പദവിയില്ല, പൂജയുണ്ടെങ്കിലും ഒരു രൂപത്തിൽ മാത്രമേ പൂജയുള്ളൂ, ഓർമ്മചിഹ്നവും കുറവാണ്. എന്നാൽ നിങ്ങൾക്കോ എത്രയെത്ര ദേവന്മാരുടെ പടമാണ് വരയ്ക്കുന്നത്. ശിവാവിക്കോ ശിവലിംഗ പടം മാത്രമേ ഉള്ളൂ. എത്ര വരച്ചാലും ഒറ്റ രൂപമല്ലേ ഉള്ളൂ. പല രൂപത്തിൽ വരയ്ക്കാൻ പറ്റുമോ? അത് പല രൂപത്തിൽ പൂജിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്കാണ് പല ബഹുരൂപത്തിൽ പൂജ ലഭിക്കും, ബഹുനാമത്തിൽ പൂജ ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് രാജപദവിയും കിട്ടും. കിട്ടുന്ന ഊഞ്ചാ ബനാത്താവും. ഞാൻ നിങ്ങളെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. तो जैसे प्यारे बच्चे होते हैं बहुत लव होता है तो बच्चों को उले पर माथे पर भी रखते. നമുക്കറിയാം, നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ എത്ര പ്രിയപ്പെട്ടവരാണ്. അച്ഛന്മാർക്ക് മക്കൾ എത്ര പ്രിയപ്പെട്ട. അപ്പം എന്ത് ചെയ്യും? അച്ഛന്മാർ മക്കളെ എവിടെ വെക്കുക? തോളെ വെക്കും. ഇതിപ്പോൾ തലയെ വെക്കും. അപ്പം കൊച്ചെന്താ വിചാരിക്കുക? ഞാൻ അച്ഛനെക്കാട്ടിലും വലുതായി എന്ന് വിചാരിക്കും. അപ്പം കൊച്ചിന് ആ ഫീലിങ്സ് കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ അച്ഛനെക്കാട്ടിലും വലിയ ആളാണെന്ന് കുഞ്ഞിന് ആ ഫീലിങ്സ് കൊടുക്കാൻ വേണ്ടി അച്ഛൻ എന്ത് ചെയ്യുന്നു? കുഞ്ഞിനെ എടുത്ത് എൻ്റെ എന്താണ് തോളിലോ തലയിലോ ഒക്കെ വെക്കുക. അത്രയും സ്നേഹമുള്ളത് കൊണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നത്? മക്കളെ എടുത്ത് തൻ്റെ തലയിൽ വെച്ചത്. മാതേപ്പർ ബി രക്തേക്ക് കുലേപ്പർ രക്തേക്ക്. തോളിൽ വെക്കും, ചിലപ്പോൾ തലയിൽ വെക്കും. ഇവിടെ ബാബയാണെങ്കിലോ തോളെ വെച്ചില്ല, നേരെ പൊക്കി തലയിൽ തന്നെയാണ് വെച്ചത്. ഏകദം സിർപ്പർ രക്തേക്ക്. ബാബ നമ്മളെ എടുത്ത് തൻ്റെ ശിരസിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അച്ഛാ मीठे मीठे सीख लदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा मुख्य सारम. गायन और पूज्य योगी बनने के लिए स्पिरिचुअल बनना है, आत्मा को प्योर बनाना है. महिमा योग्यനും പൂജയ്ക്ക് യോഗ്യനുമായി തീരണമെങ്കിൽ നമ്മൾ എന്താകണം? സ്പിരിച്വൽ ആകണം. ആത്മാവിനെ പവിത്രമാക്കണം. അതോടൊപ്പം ആത്മാ അഭിമാനിയാകാനുള്ള പരിശ്രമവും ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്, മന്മനാഭവക്കെ അഭ്യാസ് ദ്വാര അപാർ ഖുഷിമേൻ രഖ്നാഹേ. മന്മനാഭവ എന്നുള്ളതിൻ്റെ അഭ്യാസത്തിലൂടെ അപാരമായ സന്തോഷത്തിലിരിക്കണം. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി മറ്റുള്ള ആത്മാക്കളോട് സംസാരിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ കണ്ണുകളെ സിവിലാക്കി മാറ്റണം. वरदानम. सदा काल के अटेंशन द्वारा विजयमाला में पिरोने वाले बहु समय के विजयी भव. ഇവിടെ സദാകാലം എന്നുള്ള വാക്ക് ഓർമ്മിക്കുക. എപ്പോഴും, ഇടയ്ക്കിടയ്ക്കല്ല. അതുകൊണ്ട് സദാകാലം എന്നുള്ള ആ ശ്രദ്ധ, അറ്റൻഷൻ വയ്ക്കുന്നതിലൂടെ വിജയമാലയിൽ കോർക്കപ്പെടുന്ന ദീർഘകാലത്തെ വിജയി, ദീർഘസമയത്തെ വിജയി. ഒരു ജന്മത്തെ രാജാവല്ല, 2 ജന്മം രാജാവല്ല, അനേക ജന്മങ്ങൾ രാജാവാകണമെങ്കിൽ ദീർഘകാലത്തെ വിജയിയാകണം. അതിനെന്ത് വേണം? സദാകാൽ എന്നുള്ള വാക്ക് എപ്പോഴും ശ്രദ്ധയിൽ വയ്ക്കും. ബഹുത്ത് സമയക്കെ വിജയി വിജയമാലക്കെ മണക്കെ ബന്ധേ. അല്ലെ, ദീർഘകാലത്തെ വിജയി ആത്മാക്കൾ എപ്പോഴും വിജയമാലയിലെ മുത്തുകളാകും.
വിജയി ബെന്നെ കേലിയെ സദാ ബാപ്കോ സാമനെ രഖോ. എവിടെ ചെന്നാലും എപ്പോൾ ചെന്നാലും നമുക്ക് വിജയിയാകണമെങ്കിൽ എപ്പോഴും നമ്മൾ ബാബയെ കൂടെ വയ്ക്കൂ. ഇതുപോലെ അർജുനൻ എപ്പോഴും ഭഗവാനെ കൂടെ വെച്ചതുപോലെ വിജയിയാകാൻ വേണ്ടി എപ്പോഴും നമ്മൾ ബാബയെ കൂടെ വയ്ക്കൂ. ജോ ബാപ്നെ കിയ വഹി ഹമേ കർണ. ബാബ എന്താണ് ചെയ്ത് കാണിച്ചത്, ഓരോ സിറ്റുവേഷനിലും ബാബ എന്ത് ചെയ്തു അത് കണ്ടിട്ട് അതേപോലെ തന്നെ നമ്മളും ചെയ്യണം. ഹർ കദം പർ ജോ ബാപ്കാ സങ്കല്പ് വഹി ബച്ചോങ്ക സങ്കല്പ്. ഓരോ ചുവടിലും ബാബ എന്താണ് ചിന്തിച്ചത്, ഓരോ ചുവടിലും ബാബയുടെ സങ്കല്പം എന്തായിരുന്നു, അതുതന്നെയായിരിക്കണം കുട്ടികളുടെ സങ്കല്പം. ജോ ബാപ്കെ ബോൽ, ബാബയുടെ വചനങ്ങൾ എന്തായിരുന്നു അതുതന്നെയായിരിക്കണം കുട്ടികളുടെയും വചനങ്ങൾ. വിജയ് ബനേഗി. അപ്പൊ ബാബയുടെ ചിന്ത എൻ്റെ ചിന്ത, ബാബയുടെ വാക്ക് എൻ്റെ വാക്ക്, ബാബയുടെ കർമ്മം എൻ്റെ കർമ്മം. ഈ ഒരു കാര്യത്തിൽ 3 വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാബയെ കോപ്പി ചെയ്യൂ, ബാബയെ കൂടെ വെക്കൂ, ബാബയെ ഫോളോ ചെയ്യൂ. അപ്പോൾ നമുക്ക് ആരാകാം, വിജയനെ വിളിച്ച് പറയുന്ന പേരാണ് ചുവടിന്മേൽ ചുവട് വെച്ച് നടക്കുക. വേറൊരു പാൽപാദം നോക്കരുത്, മുൻപേ പോയ ആളുടെ ചുവട് നോക്കി തന്നെ പോയാൽ ആ ആൾ എവിടെ എത്തിയോ അവിടെ നമുക്ക് എത്താം. അതാണ് സീ ഫാദർ ഫോളോ ഫാദർ. അറ്റൻഷൻ സദാകാൽ കാ ചാഹിയെ. ഈ ഒരു ശ്രദ്ധ 1-2 ദിവസം മാത്രം പോരാ, നമ്മുടെ ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്പോൾ സദാകാലത്തേക്കുള്ള ശ്രദ്ധ വെച്ചാൽ സദാകാലത്തെ രാജ്യഭാഗ്യത്തിന്റെ പ്രാപ്തിയും ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പുരുഷാർത്ഥം ഏതുപോലെ അതുപോലെ പ്രാപ്തിയും. അതുകൊണ്ട് സദാക്ക പുരുഷാർത്ഥ ഹേതോ സദാക്ക രാജ്യഭാഗ്യം. പുരുഷാർത്ഥം സദാകാലത്തേക്കുള്ളതാണെങ്കിൽ രാജ്യഭാഗ്യവും സദാകാലത്തിൻ്റെതായിരിക്കും. സ്ലോഗൻ സേവാമേ സദാ ജി ഹാജിർ കർണാഹെ. അല്ലെ, ബാബയുടെ സേവനത്തിൽ എപ്പോഴും എന്ത് പറയണം, ജി ഹാജിർ, ശരി പ്രഭു, ശരി ബാബ എന്ന് പറയണം. യഹി പ്യാർ കാ സച്ചാ സബൂത്ത്. സത്യത്തിന് എന്താണ്, യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ സത്യമായ തെളിവെന്താണ്, അനുസരണ. പിന്നെ ചെയ്യാം, സമയം വരട്ടെ, നോക്കട്ടെ, ഈ പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമൊന്നുമല്ല. സ്നേഹമുണ്ടെങ്കിൽ സ്നേഹമുള്ള ആൾ എന്ത് പറയുന്നോ സ്നേഹി അത് എന്താണ്, മുന്നും പിന്നും നോക്കാതെ അത് ഉടൻ തന്നെ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് സേവനത്തിൽ സദാ ജി ഹാസിർ. എന്തിനും ബാബ വിളിച്ചാലും റെഡി ആയിരിക്കണം. അതാണ് ബാബയോടുള്ള ശരിയായ സ്നേഹത്തിൻ്റെ സത്യമായിട്ടുള്ള തെളിവ്. പിന്നെ ബാബ മെഡലിൽ പ്രധാനമായിട്ടും പറഞ്ഞ സബ്ജക്റ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. എന്ത് ചാരിറ്റി, നമ്മളോട് ചെയ്യുന്ന ചാരിറ്റി എന്താണ്, ആത്മാഭിമാനിയാവുക. എന്നിട്ട് മറ്റുള്ള ആത്മാക്കൾക്കും അതേ അവസ്ഥ. ഒരു ആത്മാഭിമാനി സ്ഥിതി അഭ്യസിച്ചതിലൂടെ എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും, എനിക്ക് നേട്ടങ്ങൾ കിട്ടി, ആ നേട്ടങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നതാണ് ചാരിറ്റി. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കിത് കിട്ടിയത്, ആ വഴികൾ, ആ ഐഡിയ, ആ രഹസ്യം മറ്റുള്ളവർക്കും ആദ്യം പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടതാണ് സ്വയം നേടുക. എന്നിട്ട് എന്താണോ നേടിയത് അത് കൊടുക്കുക. അതെങ്ങനെ നേടണം എന്നുള്ള വഴിയും പറഞ്ഞു കൊടുക്കുക. അതാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സ്വയം ആത്മാഭിമാനിയായി മാറിയ ശേഷം മറ്റുള്ളവരുടെ കീഴിൽ പറയണം, നിങ്ങളും ആത്മാ അഭിമാനി ആകൂ.